ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ 3rd ബ്ലോക്കിലെ 13th യൂണിറ്റിലേക്കാണ് കിടക്കുന്നത്. 13ാമത്തെ യൂണിറ്റ്. ചാപ്റ്ററിന്റെ പേര് നോക്കൂ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഘടനയും പ്രവർത്തനവും. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടന, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. അപ്പൊ ഘടനയും പ്രവർത്തനവും എന്ന ഈ ഒരു 13ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ എന്താണ് അതിൽ ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് നോക്കി നോക്കൂ. ഫ്രം പോസിറ്റീവിസം ടു ഫങ്ഷണാലിസം. പോസിറ്റീവിസം ടു ഫങ്ഷണാലിസം. പോസിറ്റീവിസത്തിൽ നിന്നും ഏതിലേക്കുള്ള ഫങ്ഷണലിസത്തിലേക്കുള്ള മാറ്റാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതില് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫ്രം പോസിറ്റീവിസം ടു ഫങ്ഷണാലിസം. ശ്രദ്ധിച്ചോളൂ. The immediate forerunner of functionalism in sociology is Emily Durkheim, 1858 to 1970, who is a sharp അതേപോലെ തന്നെ പിന്നെ എന്താ അവിടെ പറയുന്നത്, ഷാർപ്പ് ക്രിറ്റിക് ഓഫ് കോംറ്റെ as well as influenced by his ideas. അതായത് പോസിറ്റീവിസം ടു ഫങ്ഷണാലിസം. പോസിറ്റീവിസം ടു ഫങ്ഷണാലിസത്തില് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമുക്കറിയാം, ദ ഇമ്മീഡിയറ്റ് ഫോർണർ ഓഫ് ഫങ്ഷണാലിസം ഇൻ സോഷ്യോളജി ഈസ് എമിലി ദുർക്കെയിം, ഹു ഈസ് എ ഷാർപ്പ് ക്രിറ്റിക് ഓഫ് കോംറ്റെ as well as influenced by his ideas. അതായത് ഇവിടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ പ്രവർത്തനത്തിന്റെ തൊട്ടു മുൻഗാമിയായിട്ടുള്ള ഫോറിയർനർ എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ടു മുൻഗാമി. ഏതിന്റെ? സമൂഹ ശാസ്ത്രത്തിലെ സോഷ്യോളജിയുടെ പ്രവർത്തനത്തിന്റെ തൊട്ടു മുൻഗാമിയായിട്ടുള്ള എമിലി ദുർക്കെയിം ആണ് കോംറ്റെയുടെ നിശിത വിമർശകനും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടവനുമാണ്. അപ്പൊ എമിലി ദുർക്കെയിം കോംറ്റയെ വിമർശിക്കുകയും ചെയ്തിരുന്നു, അതേപോലെ തന്നെ എമിലി ദുർക്കെയിമിനെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. ആരുടെ ആശയങ്ങള്? കോംറ്റയുടെ ഐഡിയാസുകൾ. അതായത് സമൂഹശാസ്ത്രത്തിലെ പ്രവർത്തനത്തിന്റെ തൊട്ടു മുൻഗാമിയായിട്ടുള്ള എമിലി ദുർക്കെയിമാണ്. മാത്രല്ല അദ്ദേഹം കോംറ്റെയുടെ വിമർശകനുമാണ്. മാത്രല്ല അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. എമിലി ദുർക്കെയിം എന്ന് പറയുന്ന സമൂഹശാസ്ത്രത്തിന്റെ പ്രവർത്തനപരതയുടെ മുൻഗാമിയായിട്ടുള്ള എമിലി ദുർക്കെയിം കോംറ്റെയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ക്രിറ്റിക് ഓഫ് കോംറ്റെ എന്ന സോഷ്യോളജിസ്റ്റിനെ എമിലി ദുർക്കെയിം എന്ത് ചെയ്തിരുന്നു? വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രല്ല as well as influenced by his idea, അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. ലൈക്ക് കോംറ്റെ, ദുർക്കെയിം ഈസ് keenly interested in defining the subject matter of sociology as distinct from that of philosophy or biology. അതേപോലെ തന്നെ കോംറ്റെയെ പോലെ ഡർക്കെയിമും സമൂഹശാസ്ത്രത്തിന്റെ വിഷയത്തെ തത്വചിന്തയിൽ നിന്നോ ജീവശാസ്ത്രത്തിൽ നിന്നോ വ്യത്യസ്തമായി നിർവചിക്കുന്നതിൽ താല്പര്യം കാണിച്ചു. അപ്പൊ കോംറ്റെ പോലെ തന്നെ ദുർക്കെയിമും എങ്ങനെയാണ്? കോംറ്റെ പോലെ തന്നെ ഈ ദുർക്കെയിം എന്ന സോഷ്യോളജിയും സമൂഹശാസ്ത്രത്തിന്റെ വിഷയത്തെ തത്വചിന്തയിൽ നിന്നോ അതായത് ഇവിടെ പറയുന്നുണ്ട് ഡിസ്റ്റിങ് ഫ്രം ദാറ്റ് ഫിലോസഫി ഓർ ബയോളജി. തത്വചിന്തയിൽ നിന്നോ ബയോളജി അഥവാ ജീവശാസ്ത്രത്തിൽ നിന്നോ വ്യത്യസ്തമായി നിർവചിക്കുന്നതിൽ താല്പര്യം കാണിച്ചിരുന്നു. ആര്? കോംറ്റെയെ പോലെ തന്നെ ദുർക്കെയിമും. ഇപ്പൊ കോംറ്റെയെ പോലെ തന്നെ ദുർക്കെയിമും ഏത് നിർവചിക്കാൻ താല്പര്യം കാണിച്ചു? ഫിലോസഫിയിൽ നിന്നും ബയോളജിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിർവചനങ്ങൾ നൽകുവാൻ താല്പര്യം കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. For him, sociology is a comparative and an objective study of social facts, which are the base of thinking, acting and feeling
that have the noteworthy property of existing outside the individual consciousness. അതേപോലെ തന്നെ പിന്നെ എന്താ അവിടെ പറയുന്നത്? അദ്ദേഹത്തിന് സമൂഹശാസ്ത്രം സാമൂഹിക വസ്തുക്കളുടെ താരതമ്യപരവും വസ്തുനിഷ്ഠമായ പഠനമാണ്. For him sociology is a comparative and objective study of social fact. അദ്ദേഹത്തിന് സമൂഹശാസ്ത്രം സാമൂഹിക വസ്തുക്കളുടെ സോഷ്യൽ ഫാക്ടുകളുടെ താരതമ്യപരവും വസ്തുനിഷ്ഠവുമായ പഠനമാണ്. മാത്രല്ല പിന്നെന്താണ്? ആക്ടിങ് ആൻഡ് ഫീലിംഗ് ദാറ്റ് ഹാവ് ദ നോട്ട്വർത്തി പ്രോപ്പർട്ടി ഓഫ് എക്സിസ്റ്റിംഗ് ഔട്ട്സൈഡ് ദ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? അവ വ്യക്തിബോധത്തിന് പുറത്ത് നിൽക്കുന്നതിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ചിന്താ പ്രവൃത്തി വികാര രീതികളാണ്. ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഒക്കെ വേസ് ഓഫ് തിങ്കിങ്, ആക്ടിങ് ആൻഡ് ഫീലിംഗ്. തിങ്കിങ് ചിന്തയുടെയും, ആക്ടിങ് പ്രവൃത്തി, ഫീലിംഗ് അനുഭവം, അതിന്റെയൊക്കെ അപ്പോ ചിന്ത പ്രവൃത്തി വികാര രീതികളാണ്. അപ്പൊ എന്താ പറയുന്നത്? അദ്ദേഹത്തിന് സമൂഹശാസ്ത്രം സാമൂഹിക വസ്തുക്കളുടെ താരതമ്യപരവും വസ്തുനിഷ്ഠമായ പഠനമാണ്. എമിലി ദുർക്കെയ്മിന് സോഷ്യോളജി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് എന്നാ പറയുന്നത്? എമിലി ദുർക്കെയ്മിന് സോഷ്യോളജി എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനമാണ്. മാത്രമല്ല അവ വ്യക്തിബോധത്തിന് പുറത്ത് നിൽക്കുന്നതിന്റെ ചിന്ത പ്രവൃത്തി അതേപോലെ തന്നെ വികാര രീതികളാണ് അവിടെ നിലനിൽക്കുന്നത്. Social facts do not originate in the individual but in the collective mind. മാത്രല്ല പിന്നെന്താ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? ഒരു കളക്റ്റീവ് മൈൻഡ് ആണ് സാമൂഹിക സോഷ്യൽ ഫാക്ട് എന്നത്. സോഷ്യൽ ഫാക്ട് ഡു നോട്ട് ഒറിജിനേറ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ ബട്ട് ഇൻ ദ കളക്റ്റീവ് മൈൻഡ്. സോഷ്യൽ ഫാക്ട് ഒരിക്കലും ഒരു വ്യക്തിയുടെ ഒറിജിനേറ്റ് മാത്രമായിട്ടല്ല നിലനിൽക്കുന്നത്. ബട്ട് ഇൻ ദ കളക്റ്റീവ് മൈൻഡ്. കളക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കൂട്ടമായ മനസ്സിൽ ഉത്ഭവിക്കുന്ന ഒന്നാണ്. അതായത് ഇവിടെ പറയുന്നു സാമൂഹിക വസ്തുതകൾ വ്യക്തിയിൽ ഉത്ഭവിക്കുന്നതല്ല. സോഷ്യൽ ഫാക്ട് ഡു നോട്ട് ഒറിജിനേറ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ. സോഷ്യൽ ഫാക്ട് ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നതല്ല. പിന്നെ എങ്ങനെയാണ്? മറിച്ച് കളക്റ്റീവ് മൈൻഡ്, കൂട്ടായ മനസ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ സാമൂഹിക വസ്തുതകൾ ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്നും ഉത്ഭവിക്കുന്നതല്ല, അത് കളക്റ്റീവ് മൈൻഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് പോസിറ്റിവിസം ടു ഫങ്ഷണാലിസം എന്ന് വ്യക്തമാക്കുന്നത്. ഇവിടെ എമിലി ദുർക്കെയ്ം അദ്ദേഹത്തിന്റെ ചിന്തകളെ ആരുമായി കമ്പയർ ചെയ്യുന്നുണ്ട്? ആരേനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്? കോംടെയെ ക്രിറ്റിസൈസും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കോംടെയുടെ ആശയങ്ങളെ ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്. മാത്രല്ല പിന്നെ ജീവശാസ്ത്രത്തിൽ നിന്നും അതേപോലെ തന്നെ തത്വചിന്തയിൽ നിന്നും വ്യത്യസ്തമായ നിർവചിക്കുന്നതിനാണ് അദ്ദേഹം താല്പര്യം കാണിക്കുന്നത്. അതേപോലെ സമൂഹശാസ്ത്രം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ചിന്താ പ്രവൃത്തി വികാരം തുടങ്ങിയ രീതികളിലൂടെയാണ്. മാത്രല്ല പിന്നെന്താ പറയുന്നത്? ഒരു വ്യക്തിയിൽ മാത്രമല്ല സമൂഹശാസ്ത്രം ഉത്ഭവിക്കുന്നത്, പിന്നെ എങ്ങനെയാണ്? കൂട്ടമായ മൈൻഡിലൂടെയാണ് സോഷ്യൽ ഫാക്ട് രൂപം കൊള്ളുന്നത് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് എന്ത് പറയുക? ഫ്രം പോസിറ്റിവിസം ടു ഫങ്ഷണാലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏതാ നോക്കൂ? സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ. എന്താണ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ സാമൂഹികപരമായ വിശദീകരണം എന്ന് പറയും. ഫ്രം ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട് സോഷ്യോളജിസ്റ്റ് ഓഫർ വാട്ട് ദുർക്കെയ്ം കാൾഡ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ. അതായത് സോഷ്യൽ ഫാക്റ്റുകളുടെ പഠനത്തിൽ നിന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ദുർക്കെയ്ം സാമൂഹിക വിശദീകരണത്തിലേക്ക് രൂപം നൽകുന്നു. ഫ്രം ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട് സോഷ്യോളജിസ്റ്റ് ഓഫർ വാട്ട് ദുർക്കെയ്ം കാൾഡ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ. അതായത് സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട് സാമൂഹിക വസ്തുതകളുടെ പഠനത്തിൽ നിന്ന്
സോഷ്യൽ ഫാക്റ്റുകളുടെ പഠനത്തിൽ നിന്ന് സമൂഹശാസ്ത്രജ്ഞനായിട്ടുള്ള ദുർക്കയും സാമൂഹിക വിശദീകരണത്തിലേക്ക് എത്തിച്ചേരുന്നു. അതായത് സോഷ്യൽ ഫാക്റ്റുകളുടെ പഠനത്തിൽ നിന്ന് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ദുർക്കയും ഏതിലേക്ക് എത്തിച്ചേരുന്നു? സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് എത്തിച്ചേരുന്നു. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. സോഷ്യൽ ഫാക്റ്റുകളുടെ സ്റ്റഡിയിൽ നിന്ന്, സോഷ്യൽ ഫാക്റ്റുകളുടെ പഠനത്തിൽ നിന്ന് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ദുർക്കൈം ഏതിലേക്ക് എത്തിച്ചേർന്നു? സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് എത്തിച്ചേർന്നു. ഈച്ച് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ഈസ് കൺസിസ്റ്റഡ് ഓഫ് 2 പാർട്സ്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് 2 പാർട്സുകളായിട്ടാണ്, 2 പാർട്ടുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷനെ 2 പാർട്ടുകളായിട്ടാണ് ഇവിടെ തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെ പാർട്ടുകളാണ് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ദ ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് ദ സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ഈസ് ദ കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏതാ? കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ. അതായത് ആദ്യ ഘടകം കാരണ ചരിത്ര വിശദീകരണമാണ്. സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷനെ ദുർക്കൈം 2 പാർട്ടുകളാക്കി തിരിച്ചു. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ദ ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ഈസ് ദ കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ. കാരണ ചരിത്ര വിശദീകരണമാണ്. To delineate the cases which produce a phenomenon by examining the historical source rather than including in what Radcliffe Brown called conjectural history. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? റാഡിക്ലിഫ് ബ്രൗണ് അനുമാനിക്കുന്നു, ചരിത്രം എന്ന് വിളിക്കുന്നതിൽ മുഴുകുന്നതിന് പകരം ചരിത്രപരമായ സ്രോതസ്സുകൾ പരിശോധിച്ചുകൊണ്ടുള്ള പ്രതിഭാസം സൃഷ്ടിക്കുന്ന കാരണത്തെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാരണപരമായ ചരിത്രത്തിന്റെ വിശദീകരണം എന്നാണ്. അതാണ് കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ. പക്ഷെ അതിനെ ടു delineate the case which produce a phenomenon by examining historical source rather than indulging in what Radcliffe Brown called conjectural history. പക്ഷേ അതിനെ റാഡിക്ലിഫ് ബ്രൗൺ അനുമാനിക്കുന്നത് എങ്ങനെയാണ്? റാഡിക്ലിഫ് ബ്രൗൺ അനുമാനിക്കുന്ന ചരിത്രം ഏത് രീതിയിലാണ്? ചരിത്രപരമായ സ്രോതസ്സുകൾ പരിശോധിച്ചുകൊണ്ട് ഒരു പ്രതിഭാസം സൃഷ്ടിക്കുന്ന കാരണത്തെയാണ് അവിടെ നിർവചിക്കുന്നത്. റാഡിക്ലിഫ് ബ്രൗൺ അതിനെ ഏത് രീതിയിലാണ് നിർവചിക്കുന്നത്? കൺജക്ചറൽ ഹിസ്റ്ററി ആയിട്ടാണ്. കൺജക്ചറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു അവിടെ ഏത് രീതിയിലാണ് റാഡിക്ലിഫ് ബ്രൗൺ അവിടെ വിശദീകരിക്കുന്ന? അനുമാന ചരിത്രം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ആര് തരംതിരിച്ചത്? ദുർക്കൈം തരംതിരിച്ചതെങ്കിൽ അതിനെ മറ്റൊരു രീതിയിലാണ് ആര് തരംതിരിച്ചത്? റാഡിക്ലിഫ് ബ്രൗൺ തരംതിരിച്ചത്. ഏത് രീതിയിലാ? കൺജക്ചറൽ ഹിസ്റ്ററി. കൺജക്ചറൽ ഹിസ്റ്ററി എന്ന അനുമാന ചരിത്രമായിട്ടാണ് റാഡിക്ലിഫ് ബ്രൗൺ അതിനെ തരംതിരിച്ചത്. ഇപ്പൊ ദ ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് ദ സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ, ആദ്യത്തെ കമ്പോണന്റ് ആയിട്ടുള്ള വിശദീകരണം കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. പക്ഷെ റാഡിക്ലിഫ് ബ്രൗൺ അതിനെ നിരാകരിക്കുകയും എന്നിട്ട് കൺജക്ചറൽ ഹിസ്റ്ററി ആയിട്ടാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്കൻഡ് കമ്പോണന്റ് ഈസ് ഫങ്ഷണൽ contribution that a part make to society in the establishment of general harmony. അതേപോലെ തന്നെ പിന്നെന്താ ഇവിടെ പറയുന്നത്? രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രവർത്തനപരമാണ്. അതായത് പൊതുവായ ഐക്യം സ്ഥാപിക്കുന്നതിൽ ഒരു ഭാഗം സമൂഹത്തിന് നൽകുന്ന സംഭാവന. പൊതുവായിട്ടുള്ള ഒരു ഐക്യം, ജനറൽ ഹാർമണി. ജനറൽ ഹാർമണി പറഞ്ഞാൽ എന്താണ്? പൊതുവായിട്ടുള്ള ഐക്യം. ഒരു പൊതുവായിട്ടുള്ള ഐക്യം അല്ലെങ്കിൽ ജനറൽ ഹാർമണി എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുമ്പോൾ സമൂഹത്തിന് നൽകുന്ന
സംഭാവന എന്നാണ് സെക്കൻഡ് കമ്പോണന്റിനെ ദുർക്കൈം വിശദീകരിക്കുന്നത്. ദുർക്കൈം സെക്കൻഡ് കമ്പോണന്റിനെ വിശദീകരിക്കുന്നത് എന്തായിട്ടാണ്? ജനറൽ ഹാർമണി ആയിട്ടാണ്. അപ്പൊ 2 കമ്പോണന്റ് ആയിട്ടാണ്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷനെ ദുർക്കൈം 2 കമ്പോണന്റ് ആയിട്ട് തിരിച്ചു. ഒന്ന് കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷനും പിന്നെ ജനറൽ ഹാർമണി. പക്ഷെ കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷനെ ആര് നിരാകരിച്ചു? റാഡിക്ലിഫ് ബ്രൗൺ നിരാകരിച്ചിട്ട് എന്താണ് എന്നാ പറഞ്ഞേ? കൺജക്ചറൽ ഹിസ്റ്ററിയാണ്, അനുമാന ചരിത്രമാണ് എന്ന് പറഞ്ഞു. അതേപോലെ രണ്ടാമത്തെ ഫങ്ഷണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ജനറൽ ഹാർമണി, പൊതുവായിട്ടുള്ള ഐക്യം എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുക എന്നതാണ് സെക്കൻഡ് കമ്പോണന്റ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷനിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ സാമൂഹികമായിട്ടുള്ള ഫാക്റ്റുകളെ സ്റ്റഡി നടത്തിയിട്ടാണ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ദുർക്കൈം സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ രൂപം കൊടുത്തത്. അത് 2 കമ്പോണന്റ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ആണ് ഏത്? കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ. പക്ഷെ ആ കേഷ്വൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷനെ ആര് നിരാകരിക്കുകയാണ് ചെയ്യണത്? റാഡിക്ലിഫ് ബ്രൗൺ. എന്നിട്ട് അദ്ദേഹം എന്താ നടപ്പാക്കിയത്? കൺജക്ചറൽ ഹിസ്റ്ററിയാണ് നടപ്പാക്കിയത്. അനുമാന ചരിത്രമാണ് കൊണ്ടുവന്നത്. അതേപോലെ സെക്കൻഡ് കമ്പോണന്റ് പറയുന്നത് എന്താണ്? ജനറൽ ഹാർമണി എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുക എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലെ പ്രധാന കാര്യങ്ങളായിട്ട് ഈ ടോപ്പിക്. ഏതൊക്കെ? ഫ്രം പോസിറ്റിവിസം ടു ഫങ്ഷണാലിസം, സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷനും. ഇനി നമുക്ക് അതിലെടുക്കാനുള്ളത് ദ പ്രിമൈസസ് ഓഫ് ഫങ്ഷണാലിസം. ദ പ്രിമൈസസ് ഓഫ് ഫങ്ഷണാലിസം എന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ അടുത്ത ടോപ്പിക്കാണ് ദ പ്രിമൈസസ് ഓഫ് ഫങ്ഷണാലിസം. അതായത് പ്രിമൈസസ് ഓഫ് ഫങ്ഷണാലിസം എന്ന് പറഞ്ഞാൽ പ്രവർത്തനപരതയുടെ അടിസ്ഥാനങ്ങൾ. എന്തൊക്കെയാണ്? പ്രവർത്തനത്തിന്റെ അടിസ്ഥാനങ്ങൾ. പ്രിമൈസസ് ഓഫ് പ്രവർത്തനം. ഫങ്ഷണാലിസം എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, അതിന്റെ പ്രിമൈസസ് പറഞ്ഞാൽ അടിസ്ഥാനങ്ങൾ. ഇപ്പൊ പ്രവർത്തനപരതയുടെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. Durkheim is not a functionalist in the sense in which this term has come to be used for the approach that the British social anthropologist A.R. Radcliffe Brown 1881-1955 and Bronislaw Malinowski 1884-1942 have espoused. അതായത് ഇവിടെ ദുർക്കൈം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കൂ. അതായത് ദുർക്കൈം ഈസ് നോട്ട് എ ഫങ്ഷണലിസ്റ്റ്. ദുർക്കൈം ഈസ് നോട്ട് എ ഫങ്ഷണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ബ്രിട്ടീഷ് സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞനായ A.R. റാഡിക്ലിഫ് ബ്രൗൺ, ബ്രോണിസ്ലോ മലിനോസ്കി റാഡിക്ലിഫ് ബ്രൗൺ എന്ന 1881-1955 ആൻഡ് ബ്രോണിസ്ലോ മലിനോസ്കി 1884-1942 അല്ലേ എന്നിവർ മുന്നോട്ട് വെച്ച സമീപനത്തെ സൂചിപ്പിക്കാൻ ഡർക്കൈം ഒരു ഫങ്ഷണലിസ്റ്റ് അല്ല. Durkheim is not a functionalist in the sense in which this term has come to be used for the approach that the British social anthropologist A.R. Radcliffe Brown and Bronislaw Malinowski, ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകളായിട്ടുള്ള A.R. റാഡിക്ലിഫ് ബ്രൗണും ബ്രോണിസ്ലോ മലിനോസ്കിയും മുന്നോട്ട് വെച്ച സമീപനത്തെ സൂചിപ്പിക്കാൻ ഡർക്കൈം എന്തല്ല, ഒരു ഫങ്ഷണലിസ്റ്റ് അല്ല. ഇവര് രണ്ടാളും മുന്നോട്ട് വെച്ച സമീപനത്തെ സൂചിപ്പിക്കാൻ ഇവര് രണ്ടാളും ഫങ്ഷണലിസ്റ്റത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് സൂചിപ്പിക്കാൻ ഡർക്കൈം എന്തല്ല, ഒരു ഫങ്ഷണലിസ്റ്റ് അല്ല. ആൻഡ് ദെൻ പിന്നെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? Durkheim does not use the term functionalism although he defined the concept of social function. പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? സാമൂഹിക പ്രവർത്തനത്തിന്റെ ആശയത്തെ അദ്ദേഹം നിർവചിക്കുന്നുണ്ടെങ്കിലും ഡർക്കൈം ഫങ്ഷണലിസം എന്ന പദം ഉപയോഗിക്കുന്നില്ല. സാമൂഹിക പ്രവർത്തനത്തിന്റെ
ആശയത്തെ അതായത് സോഷ്യൽ ഫങ്ഷനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലും ഏതിനെ കുറിച്ച് പറയുന്നില്ല? ഫങ്ഷണലിസത്തെ കുറിച്ച് ദർക്കേം പറയുന്നില്ല. ദർക്കേം ഡസ് നോട്ട് യൂസ് ദ ടേം ഫങ്ഷണലിസം ഓൾദോ ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഫങ്ഷൻ. സോഷ്യൽ ഫങ്ഷനെ കുറിച്ച് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫങ്ഷണലിസത്തെ കുറിച്ച് ആര് പറയുന്നില്ല? ദർക്കേം പറയുന്നില്ല. One come across in Durkheim's work a fine coexistence of diachronic എന്ന് പറഞ്ഞാൽ ജനറ്റിക് വരും, എവല്യൂഷണറി വരും, ഹിസ്റ്റോറിക്കൽ വരും, ആൻഡ് സിൻക്രോണിക് അപ്രോച്ചസ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ പറയുകയാണ്, അതായത് ഡർക്കെയിം ഫങ്ഷണലിസം എന്ന പദം ഉപയോഗിക്കുന്നില്ല. മാത്രല്ല ഡയക്രോണിക് ജനിതക പരിണാമ ചരിത്ര സമീപനങ്ങളുടെയും സിൻക്രോണിക് സമൂഹം തുടങ്ങിയ സമീപനങ്ങളെയാണ് അദ്ദേഹം മികച്ച സഹവർത്തിത്വമായിട്ട് കാണുന്നത്. ഡർക്കെയിം ഒരിക്കലും ഫങ്ഷണലിസത്തെ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളെക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഡയക്രോണിക് കാരണം എന്താ? ജനതിക എവല്യൂഷണറി പരിണാമ ചരിത്രപരമായ കാര്യങ്ങൾക്കാണ് ഡർക്കെയിം. വൺ കംസ് across in Durkheim work a fine coexistence of diachronic. അതായത് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് ഡയക്രോണിക്കിനും സിൻക്രോണിക്കിനുമാണ്, അല്ലാതെ ഫങ്ഷണാലിസത്തിനല്ല. The Durkheim does not use the term functionalism. Durkheim ഒരിക്കലും ഫങ്ഷണാലിസം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം one comes across, അദ്ദേഹം എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? അതായത് ഡയക്രോണിക്കും സിൻക്രോണിക്കും. ഡയക്രോണിക് പറഞ്ഞാൽ എന്താ? ജനതിക പരിണാമ ചരിത്രം, അതിനെയാണ് ഡയക്രോണിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിൻക്രോണിക് അപ്രോച്ച് പറഞ്ഞാൽ എന്താണ്? സമൂഹം ഇപ്പോഴും ഇവിടെയാണുള്ളത്, സമൂഹം ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്ന സമീപനത്തെയാണ് സിൻക്രോണിക്. ഈ രണ്ട് ആശയത്തിനാണ് ആര് പ്രാധാന്യം കൊടുക്കുന്നത്? ഡർക്കെയിം പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ ഡർക്കെയിം ഫങ്ഷണാലിസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ഉദാഹരണം നമ്മുടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെന്താണ്? ഉദാഹരണത്തിന്, ഫോർ ഇൻസ്റ്റൻസ് ദ സെലിബ്രേറ്റഡ് ദ സ്റ്റഡി ഓഫ് റിലീജിയൻ ഹി ബിഗിൻസ് വിത്ത് എ കൺസിഡറേഷൻ ഓഫ് ഓസ്ട്രേലിയൻ ടോട്ടമിസം ആസ് ദ മോസ്റ്റ് എലമെന്ററി ഫോം ഓഫ് റിലീജിയസ് ലൈഫ്. ഉദാഹരണത്തിന്, മതത്തെക്കുറിച്ചുള്ള തന്റെ പ്രശസ്തമായ പഠനത്തിൽ ഓസ്ട്രേലിയൻ ടോട്ടോണിസമത്തെ മതജീവിതത്തിന്റെ ഏറ്റവും പ്രാഥമിക രൂപമായി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഇപ്പൊ റിലീജിയനെ കുറിച്ചുള്ള, മതത്തെ കുറിച്ചുള്ള പ്രശസ്തമായ അദ്ദേഹത്തിന്റെ പഠനത്തിലെ ഓസ്ട്രേലിയൻ ടോട്ടോമിസത്തെ മതജീവിതത്തിന്റെ ഏറ്റവും പ്രാഥമിക രൂപമായി പരിഗണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇപ്പൊ ഓസ്ട്രേലിയൻ ടോട്ടോമിസത്തെ ഒരു പ്രധാന റിലീജിയന്റെ പ്രാഥമിക രൂപമായിട്ടാണ് അദ്ദേഹം മതജീവിതത്തിന്റെ ഏറ്റവും പ്രാഥമിക രൂപമായിട്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഇത് സെലിബ്രേറ്റ് ദ സ്റ്റഡി ഓഫ് റിലീജിയൻ, അതായത് മതത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പഠനത്തിലെ ഓസ്ട്രേലിയൻ ടോട്ടോമിസത്തിന്റെ മതജീവിതത്തിന്റെ പ്രാഥമിക രൂപമായിട്ടാണ് അദ്ദേഹം പരിഗണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിമൈസസ് ഓഫ് ഫങ്ഷണാലിസത്തിൽ പറയാനുള്ളത്. അടുത്ത ഹെഡിങ് ആണ് ഫങ്ഷണലിസ്റ്റ് ഷെയർ ദ ഫോളോവിങ് 5 പ്രൊപ്പോസിഷൻ. അതായത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഫങ്ഷണലിസ്റ്റുകൾ 5 നിർദ്ദേശങ്ങൾ പറയുന്നു. അപ്പൊ ഒരിക്കലും ദുർക്കെയിം ഫങ്ഷണലിസ്റ്റ് വാദി അല്ല കേട്ടോ. അദ്ദേഹം ഒരു ഡയക്രോണിക് ആൻഡ് സിൻക്രോണിക് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഫങ്ഷണാലിസത്തിന്റെ 5 പ്രൊപ്പോസിഷൻ എന്താണെന്നാണ് ഇനി പറയുന്നത്. ഫങ്ഷണലിസ്റ്റ് ഷെയർ ദ ഫോളോവിങ് 5 പ്രൊപ്പോസിഷൻ. ഇപ്പൊ ഫങ്ഷണാലിസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 5 പോയിന്റ് വെച്ചാൽ മതി. എന്താണ് ഫങ്ഷണലിസ്റ്റിൽ പറയുന്ന 5 പ്രൊപ്പോസിഷൻ നോക്കിക്കോളൂ. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കൾച്ചർ. സൊസൈറ്റി അല്ലെങ്കിൽ കൾച്ചർ ഈസ് എ സിസ്റ്റം ലൈക്ക് എനി അതർ സിസ്റ്റം സച്ച് ആസ് എന്താ ഇത് വരുന്നത് നോക്കിക്കോളൂ.
such as solar system and organic system. അതായത് society or culture is a system like any other system such as solar system and organic system. അതായത് സമൂഹം അല്ലെങ്കിൽ സംസ്കാരം എന്നത് സൗരയൂഥം, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൗരയൂഥം, അല്ലെങ്കിൽ എന്താ ഓർഗാനിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജൈവ വ്യവസ്ഥ തുടങ്ങിയ മറ്റൊരു വ്യവസ്ഥയെയും പോലുള്ള ഒരു സംവിധാനമാണ്. ഈ രണ്ട് വ്യവസ്ഥയെ പോലെ തന്നെ മറ്റൊരു സംവിധാനമാണ് ഏത്? ഫങ്ഷണലിസം. സൊസൈറ്റി ഓർ കൾച്ചർ ഈസ് എ സിസ്റ്റം ലൈക്ക് എനി അതർ സിസ്റ്റം സച്ച് ആസ് സോളാർ സിസ്റ്റം ആൻഡ് ഓർഗാനിക് സിസ്റ്റം. സോളാർ സിസ്റ്റത്തിനെ പോലെയും ഓർഗാനിക് സിസ്റ്റത്തെയും പോലെയും ഉള്ള മറ്റൊരു സിസ്റ്റമാണ് ഫങ്ഷണലിസം എന്നാണ് സമൂഹം അഥവാ കൾച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് ആസ് എ സിസ്റ്റം സൊസൈറ്റി ഓർ കൾച്ചർ. സൊസൈറ്റി പറഞ്ഞാൽ കൾച്ചർ കൺസിസ്റ്റ് ഓഫ് പാർട്സ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗ്രൂപ്പ്, റോൾ, അസോസിയേഷൻ, ഓർഗനൈസേഷൻ വിച്ച് ആർ ഇന്റർകണക്റ്റഡ്, ഇന്റർറിലേറ്റഡ് ആൻഡ് ഇന്റർഡിപ്പെൻഡന്റ്. ഈ ഒരു സിസ്റ്റം സൊസൈറ്റി എന്ന് പറഞ്ഞ കൾച്ചർ, ഈ സൊസൈറ്റി അഥവാ കൾച്ചർ ഏതൊക്കെ പാർട്സുകളായിട്ടാണ് ഇന്റർ റിലേറ്റഡ് ആയിരിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗ്രൂപ്പ്, റോള്, അസോസിയേഷൻ, ഓർഗനൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ഇന്റർ കണക്റ്റഡും ആണ്, ഇന്റർ റിലേറ്റഡും ആണ്, ഇന്റർ ഡിപ്പെൻഡഡും ആണ്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് സമൂഹം ഇത്രയധികം ബന്ധം പുലർത്തുന്നത്? ഏതൊക്കെ സ്ഥാപനങ്ങളായിട്ടാ എന്നിവ ഇവ ഓരോന്നായിട്ട് എന്ത് പരസ്പരം ബന്ധവും പരസ്പര ഇന്റർ കണക്റ്റഡും ആണ്, ഇന്റർ റിലേറ്റഡും ആണ്, ഇന്റർ ഡിപ്പെൻഡും ആണ്. പരസ്പരം ആശ്രയം പുലർത്തുന്നുണ്ട്, പരസ്പരം ബന്ധം പുലർത്തുന്നുണ്ട്, പരസ്പര അതേപോലെ തന്നെ പരസ്പരം ഇടപഴകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളുമായിട്ട്? ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും ഗ്രൂപ്പായിട്ടും റോളായിട്ടും അസോസിയേഷനായിട്ടും ഓർഗനൈസേഷനായിട്ടും സൊസൈറ്റി എങ്ങനെയൊക്കെയാണ്? ഇന്റർ കണക്റ്റഡും ആണ്, ഇന്റർ റിലേറ്റഡും ആണ്, ഇന്റർ ഡിപ്പെൻഡും ആണ്. അടുത്ത പോയിന്റാണ്, മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. ഈച്ച് പാർട്ട് പെർഫോം ഇറ്റ്സ് ഓവൺ ഫങ്ഷൻ, ഇറ്റ് മേക്സ് ഇറ്റ്സ് ഓവൺ കോൺട്രിബ്യൂഷൻ ടു ഹോൾ സൊസൈറ്റി ആൻഡ് ആൾസോ ഇറ്റ് ഫങ്ഷൻ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതർ പാർട്സ്. ഓരോ ഭാഗവും അതിൻ്റെതായ ധർമ്മം നിർവഹിക്കുന്നു. ഈച്ച് പാർട്ട് പെർഫോം ഇറ്റ്സ് ഓവൺ ഫങ്ഷൻ. ഓരോ ഭാഗവും അതിൻ്റെതായ ധർമ്മം നിർവഹിക്കുന്നു. അത് മുഴുവൻ സമൂഹത്തിനും അല്ലെങ്കിൽ സംസ്കാരത്തിനും അതിൻ്റെതായ സംഭാവന നൽകുന്നു. കൂടാതെ മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഓരോ സമൂഹവും അല്ലെങ്കിൽ ഓരോ ഭാഗവും അതിൻ്റെതായ ധർമ്മം ഫങ്ഷൻ നിർവഹിക്കുന്നുണ്ട്. അത് മുഴുവൻ സമൂഹത്തിനും അല്ലെങ്കിൽ സംസ്കാരത്തിനും അതിൻ്റെതായ സംഭാവന നൽകുന്നുണ്ട്. കൂടാതെ മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. ആൻഡ് നാലാമത്തെ പോയിന്റ് ആണ് a change in one part brings about a change in other parts or at least influence the functioning of other parts because all the parts are closely connected. എന്താണ് പറയുന്നത്? നാലാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? ഒരു ഭാഗത്തിലെ മാറ്റം മറ്റു ഭാഗങ്ങളിൽ മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ കുറഞ്ഞത് മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. കാരണം എല്ലാ ഭാഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഭാഗത്തിലെ മാറ്റം മറ്റു ഭാഗങ്ങളിൽ മാറ്റം വരുത്തുന്നു. എ ചേഞ്ച് ഇൻ വൺ പാർട്ട് ബ്രിങ്സ് അബൌട്ട് ചേഞ്ച് ഇൻ അതർ പാർട്സ്. ഒരു ഭാഗത്തിലെ മാറ്റം മറ്റു ഭാഗങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഓർ അല്ലെങ്കിൽ കുറഞ്ഞ മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ? കാരണം എല്ലാ ഭാഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. A change in one part brings about change in other part. ഒരു ഭാഗത്തിലെ മാറ്റം മറ്റു ഭാഗങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഓർ അല്ലെങ്കിൽ എങ്ങനെയാണ്? അത് മുഴുവൻ സമൂഹത്തിനും മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. എല്ലാ ഭാഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ അഞ്ചാമത്തെ പോയിന്റിലേക്കാണ് കടക്കുന്നത്. ഫിഫ്ത്ത് പോയിന്റ് ആണ് the entire society or culture for which we can use the term whole is a greater than mere summation of parts. മുഴുവൻ എന്ന പദം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മുഴുവൻ സമൂഹമോ സംസ്കാരമോ
അതേപോലെ തന്നെ വെറും ഭാഗങ്ങളുടെ സംഗ്രഹത്തേക്കാൾ വലുതാണ്. മുഴുവൻ എന്ന പദം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മുഴുവൻ സമൂഹമോ സംസ്കാരമോ വെറും ഭാഗങ്ങളുടെ സംഗ്രഹത്തേക്കാൾ എങ്ങനെയായിരിക്കും? വലുതായിരിക്കും. ദ സെന്റർ സൊസൈറ്റി ഓർ കൾച്ചർ ഫോർ വിച്ച് വി ക്യാൻ യൂസ് ദ ടേം ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ മെർ സമ്മേഷൻ ഓഫ് പാർട്സ്. അതായത് മുഴുവൻ എന്ന പദം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മുഴുവൻ സമൂഹമോ സംസ്കാരമോ വെറും ഭാഗങ്ങളുടെ സംഗ്രഹങ്ങളെക്കാൾ വലുതായിരിക്കാം. ഇത്രയും കാര്യങ്ങളെയാണ് ഫങ്ഷണലിസ്റ്റ് ഷെയർ ദ ഫോളോവിങ് 5 പൊസിഷൻ എന്ന് പറയുന്നത്. 5 പോയിന്റുകളാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ പ്രിമൈസസ് ഓഫ് ഫങ്ഷണാലിസം നോക്കി, ഫങ്ഷണലിസ്റ്റ് ഷെയർ ദ ഫോളോവിങ് 5 പ്രൊപ്പോസിഷനും നോക്കി. അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് ഫങ്ഷണാലിസം ഇൻ സോഷ്യൽ ആന്ത്രോപോളജി, റാഡിക്ലിഫ് ബ്രൗൺ ആൻഡ് മലിനോസ്കിയുടെ തിയറികളാട്ടോ. അത് നമുക്ക് എന്തായെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഹായ് കുട്ടികളെ. അപ്പൊ നമ്മൾ ഈ യൂണിറ്റ് 13 മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഫങ്ഷണലിസം ഇൻ സോഷ്യൽ ആന്ത്രോപോളജി, റാഡിക്ലിഫ് ബ്രൗൺ ആൻഡ് മലിനോസ്കി. അതായത് ഫങ്ഷണലിസത്തെ കുറിച്ച്, ഫങ്ഷണലിസം ഇൻ സോഷ്യൽ ആന്ത്രോപോളജി, സോഷ്യൽ ആന്ത്രോപോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫങ്ഷണലിസത്തെ കുറിച്ച് ഇവിടെ ആരൊക്കെയാണ് പ്രസ്താവിക്കുന്നത്? റാഡിക്ലിഫ് ബ്രൗണും അതേപോലെ മലിനോസ്കിയും. മാലിനോവിസ്കി എന്നാണ് അദ്ദേഹത്തിന്റെ. മാലിനോസ്കി അവിടെ W സൈലന്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യണം കേട്ടോ. മലിനോസ്കി എന്ന് പറയുമ്പോൾ അവിടെ W ഇല്ല എന്ന് വിചാരിക്കരുത്. അവിടെ W ഉണ്ട്, പക്ഷെ നമ്മൾ പ്രൊണൗൺസിയേഷൻ എപ്പോഴും W സൈലന്റ് ആക്കിയിട്ട് വേണം പ്രൊണൗൺസ് ചെയ്യാൻ. അപ്പൊ എന്താണ് ഫങ്ഷണലിസത്തെ കുറിച്ച്? ഫങ്ഷണലിസം ഇൻ സോഷ്യൽ ആന്ത്രോപോളജി, സാമൂഹിക ആന്ത്രോപോളജിയിൽ അധിഷ്ഠിതമായ ഫങ്ഷണലിസത്തെ കുറിച്ച് റാഡിക്ലിഫ് ബ്രൗണും മലിനോവിസ്കിയും വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിച്ചോളൂ. അതായത് both the founders of the British functional approach were vehemently critical of the 19th century evolutionism. Radcliffe Brown 1952 said that it was based on conjectural history, a term we used earlier, and not authentic history. It was pseudo-historical, thus devoid of a scientific value. അതായത് ഇവിടെ എന്താ പറയുന്നത്? ശ്രദ്ധിക്കൂ. ബ്രിട്ടീഷ് ഫങ്ഷണൽ സമീപനത്തിന്റെ സ്ഥാപകരായിട്ടുള്ള റാഡിക്ലിഫ് ബ്രൗണും മലിനോസ്കിയും 19ാം നൂറ്റാണ്ടിലെ പരിണാമത്തെ ശക്തമായി വിമർശിച്ചിരുന്നു. അപ്പോ ബ്രിട്ടീഷ് ഫങ്ഷണൽ സമീപനത്തിന്റെ സ്ഥാപകരായിട്ടുള്ള റാഡിക്ലിഫ് ബ്രൗണും മാലിനോവിസ്കിയും ചേർന്ന് 19ാം നൂറ്റാണ്ടിലെ എവല്യൂഷനെ ശക്തമായിട്ട് എന്ത് ചെയ്തു? ക്രിറ്റിസൈസ്ഡ് ചെയ്തു. 19th സെഞ്ചുറിയിലെ എവല്യൂഷനെ ബ്രിട്ടീഷ് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആരൊക്കെയാണ് വിമർശിച്ചത്? റാഡിക്ലിഫ് ബ്രൗണും അതേപോലെ മാലിനോവിസ്കിയും വിമർശിച്ചിരുന്നു. മാത്രല്ല പിന്നെന്താണ് പറയുന്നത്? റാഡിക്ലിഫ് ബ്രൗൺ 1952 റാഡിക്ലിഫ് ബ്രൗൺ എന്താണ് പറഞ്ഞത്? said that it was based on conjectural history, a term we used earlier, and not authentic history. It was pseudo-historical, thus devoid of a scientific value. അതായത് 1952 റാഡിക്ലിഫ് ബ്രൗൺ പറഞ്ഞു, ആധികാരിക അതായത് അദ്ദേഹം പറഞ്ഞു, എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആധികാരിക ചരിത്രമല്ലെന്നും നമ്മൾ നേരത്തെയും ഉപയോഗിച്ചിരുന്ന ആനുമാനിക ചരിത്രം എന്ന പദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അദ്ദേഹം ഏതിനെ വ്യക്തമാക്കി? പെസ്യൂഡിയോ ഹിസ്റ്റോറിക്കൽ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ. റാഡിക്ലിഫ് ബ്രൗൺ said that it was based on conjectural history, the term we used earlier, and not authentic history. authentic history എന്ന് പറഞ്ഞാൽ എന്താണ്? ആധികാരിക ഇവിടെ അദ്ദേഹം പറയാണ്, സോഷ്യോളജി എന്നത് ഒരു ആധികാരിക ചരിത്രമല്ലെന്നും അത്
ആനുമാനിക ചരിത്രം. ആനുമാനിക ഹിസ്റ്ററി ആണ് എന്ന് പറഞ്ഞാൽ എന്താ? കൺജക്ചറൽ ഹിസ്റ്ററി. റാഡിക്ലിഫ് ബ്രൗൺ 1952 said that it was based on conjectural history. കൺജക്ചറൽ ഹിസ്റ്ററി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആനുമാനിക ചരിത്രം, അല്ലാതെ ആധികാരിക ചരിത്രമല്ല. അതൊരു ആനുമാനിക ചരിത്രമാണെന്നും അതേപോലെ തന്നെ പിന്നെന്താണ് വ്യക്തമാക്കുന്നത്? ആനുമാനിക ചരിത്രമാണെന്നും അതേപോലെ പിന്നെ ആനുമാനിക ചരിത്രം എന്ന പദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും കൂടാതെ ഇറ്റ് വാസ് പെസ്യൂഡോ ഹിസ്റ്റോറിക്കൽ. പെസ്യൂഡോ ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ കപട ചരിത്രമായിരുന്നു, അതിനാൽ ശാസ്ത്രീയമായ മൂല്യമുള്ളതാണ്. അതൊരു പെസ്യൂഡോ ഹിസ്റ്റോറിക്കൽ ആയിരുന്നു, അതുകൊണ്ട് സയന്റിഫിക് വാല്യൂ ആണ്. ഇപ്പൊ റാഡിക്ലിഫ് ബ്രൗൺ പറയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അതെനിക്കല്ല, ചരിത്രം എന്ന് പറയുന്നത് അതെനിക്കല്ല, അതൊരു കൺജക്ചറൽ ആനുമാനിക ചരിത്രമാണ്. കൂടാതെ അതൊരു പെസ്യൂഡോ ഹിസ്റ്റോറിക്കൽ ആണ്, അതുകൊണ്ട് അത് സയന്റിഫിക് വാല്യൂ നിലനിൽക്കുന്നുണ്ട്, ശാസ്ത്രീയ മൂല്യം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ആരുടെ പ്രസ്താവന? ഫങ്ഷണലിസത്തെ കുറിച്ച് നമ്മളുടെ റാഡിക്ലിഫ് ബ്രൗണിന്റെ പ്രസ്താവന. ഇനി മലിനോസ്കി എന്താ പറയുന്നത് നോക്കൂ. മലിനോസ്കി 1944 മലിനോസ്കി ക്ലാസിക്കൽ എവല്യൂഷനിസം ആസ് എ ലിംബോ ഓഫ് കൺജക്ചറൽ റീകൺസ്ട്രക്ഷൻ. 1944 ക്ലാസിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിക്കൽ പരിണാമവാദം അനുമാന പുനർനിർമ്മാണങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. ഈ പണ്ഡിതരുടെ കൃതികളിൽ നിന്നും ഒരു മാറ്റം പിന്നീട് വരികയാണ് ചെയ്തത്. അപ്പോൾ മലിനോസ്കി 1944 മലിനോസ്കി പറയാണ് ക്ലാസിക്കൽ എവല്യൂഷനിസം ആസ് എ ലിംബോ കൺജക്ചറൽ റീകൺസ്ട്രക്ഷൻ. കൺജക്ചറൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അനുമാന പുനർനിർമ്മാണമാണ്. അതിലും നല്ലത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യാട്ടോ. മലിനോസ്കി പറയാണ് ക്ലാസിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കൺജക്ചറൽ റീകൺസ്ട്രക്ഷൻ ആണ്. റാഡിക്ലിഫ് ബ്രൗൺ എന്നെ പറയുന്നത് കൺജക്ചറൽ ഹിസ്റ്ററി ആണ്, അല്ലാതെ ഏതല്ല എന്നാ പറയുന്നത്? അദാനിക്റ്റിക് ഹിസ്റ്ററി അല്ല, കൺജക്ചറൽ ഹിസ്റ്ററി ആണെന്ന് റാഡിക്ലിഫ് ബ്രൗണും പറയുന്നുണ്ട്. മലിനോസ്കി എന്തെന്നെ പറയുന്നത്? ഇതൊരു കൺജക്ചറൽ റീകൺസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളിലേക്ക് നമുക്ക് പോവാം. ആംചെയർ ആന്ത്രോപോളജി ടു ഫീൽഡ് വർക്ക് ബേസ്ഡ് സ്റ്റഡീസ്. അതായത് ആംചെയർ നരവംശാസ്ത്രം മുതൽ ഫീൽഡ് വർക്ക് അധിഷ്ഠിത പഠനങ്ങൾ. ഇവിടെ നരവംശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫീൽഡ് വർക്ക് പഠനങ്ങളാണ് ഉള്ളത്. അപ്പോ ആംചെയർ ആന്ത്രോപോളജി ടു ഫീൽഡ് വർക്ക് ബേസ്ഡ് സ്റ്റഡി. ഇവിടെ ഫീൽഡ് വർക്ക് ബേസ്ഡ് സ്റ്റഡി എങ്ങനെ നടക്കുന്നത്? ആംചെയർ ആന്ത്രോപോളജിയുടെ അടിസ്ഥാനത്തിലാണ്. നരവംശാസ്ത്ര പഠനത്തിലൂടെയാണ് ഫീൽഡ് വർക്ക് സ്റ്റഡി നടത്തപ്പെടുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, the study of the origin and stages of evolution of society and to institution to society here and now. അതേപോലെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നു. സെക്കൻഡ് പോയിന്റിൽ എന്താണ് വ്യക്തമാക്കുന്നത്? ഇവിടെ ശ്രദ്ധിച്ചോളൂ. സമൂഹത്തിന്റെയും സ്ഥാപനത്തിന്റെയും ഉത്ഭവത്തെയും പരിണാമഘട്ടങ്ങളെയും കുറിച്ചുള്ള പഠനം സമൂഹത്തിൽ നിന്ന് എപ്പോഴുമുള്ള ഒരു എങ്ങനത്തെ പഠനമാണ്? ഹിയർ ആൻഡ് നൗ. അതായത് ഇപ്പൊ എപ്പോഴുമുള്ള എങ്ങനത്തെ പഠനങ്ങളാണ്? ഒരു പുതിയ പഠനങ്ങളായിരിക്കും. ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ആൻഡ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ടു സൊസൈറ്റി ഹിയർ ആൻഡ് നൗ. അപ്പോ രണ്ടാമത്തെ പോയിന്റിലൂടെ പറയുന്നു സമൂഹത്തിന്റെയും സൊസൈറ്റിയുടെയും സ്ഥാപനത്തിന്റെയും ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഉത്ഭവവും പരിണാമഘട്ടങ്ങളെയും കുറിച്ചുള്ള പഠനം എങ്ങനെയായിരിക്കും? സമൂഹത്തിൽ നിന്ന് ഇവിടെയും എപ്പോഴുമുള്ള ഒരു പഠനമായിരിക്കും. അപ്പോൾ സമൂഹത്തെക്കുറിച്ചും അതേപോലെ തന്നെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സമൂഹത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനം എന്ന് പറയുന്നത് എപ്പോഴുമുള്ള ഒരു പഠനമായിരിക്കും. ഇത് തേർഡ് പോയിന്റ് ആണ്.
the study of the entire society and cultures to the study of particular society, especially the small scale society. അതേപോലെ പ്രത്യേക സമൂഹങ്ങളുടെ, പ്രത്യേകിച്ച് സ്മാൾ സ്കെയിൽ സൊസൈറ്റികളുടെ നിലവിലേക്കുള്ള മുഴുവൻ സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പഠനം. ആരെ കുറിച്ചുള്ള പഠനമാണ് പിന്നെ നിലനിൽക്കുന്നത്? The study of entire society and cultures to the study of particular society, especially small scale society. ഒരു ചെറുകിട സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് പിന്നീട് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. The study of the entire society and cultures to the study of particular society, especially small scale society. ആൻഡ് ഫോർത്ത് പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫോർത്ത് പോയിന്റിൽ എന്താ പറയുന്നത് നോക്കിക്കോളൂ. An understanding of society confined to a theoretical level to putting the knowledge of society here and now to practical use to bring about desired changes in society. അതേപോലെ തന്നെ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് ഇവിടെയും ഇന്നും പ്രായോഗികമായി ഉപയോഗിക്കുന്നതിനും സമൂഹത്തിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനുമായി എന്ത് ചെയ്യപ്പെടുന്നു? സമൂഹത്തിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനുമായി ഒരു സൈദ്ധാന്തിക തലത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. An understanding of society confined to a theoretical level. തിയററ്റിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? സൈദ്ധാന്തികമായി. അപ്പൊ ഒരു theoretical level to putting the knowledge of society here and now to practical use to bring about desired change in society. സമൂഹത്തെ കുറിച്ചുള്ള അറിവ് ഇവിടെയും ഇന്നും ഹിയർ ആൻഡ് നൗ. ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ്? ഇവിടെയും ഇന്നും പ്രായോഗികമായി ഉപയോഗിക്കുന്നതും എന്നാൽ സമൂഹത്തിൽ ആഗ്രഹിക്കുന്ന മാറ്റം വരുത്തുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിയററ്റിക്കൽ ലെവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് ഇന്നും എപ്പോഴും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? തിയററ്റിക്കൽ ലെവലുമായിട്ട് സൈദ്ധാന്തികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമൂഹത്തെ കുറിച്ചിട്ടുള്ള അറിവ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തിയററ്റിക്കൽ ലെവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങള്. ഇനി നമ്മൾക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ഓഫ് റാഡിക്ലിഫ് ബ്രൗൺ. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ഓഫ് റാഡിക്ലിഫ് ബ്രൗൺ, അതായത് ഘടനാ പ്രവർത്തനപരമായ സമീപനം. റാഡിക്ലിഫ് ബ്രൗണിന്റെ ഘടനാ പ്രവർത്തനപരമായിട്ടുള്ള സമീപനത്തെ കുറിച്ചാണ് നമ്മളിവിടെ പ്രസ്താവിക്കുന്നത്. സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ഓഫ് റാഡിക്ലിഫ് ബ്രൗൺ, ഘടനാ പ്രവർത്തനപരമായിട്ടുള്ള സമീപനത്തെ കുറിച്ചാണ്. റാഡിക്ലിഫ് ബ്രൗണിന്റെ ഘടനാ പ്രവർത്തനപരമായ സമീപനമാണ് നമ്മളിവിടെ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. റാഡിക്ലിഫ് ബ്രൗൺ 1952 defines each society as a functionally interrelated system in which general law and functions operate. എന്താ പറയുന്നത്? 1952 റാഡിക്ലിഫ് ബ്രൗൺ ഓരോ സമൂഹത്തെയും പൊതു നിയമങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനപരമായി പരസ്പര ബന്ധിതമായി സംവിധാനമായി നിർവചിക്കുന്നു. അപ്പോ റാഡിക്ലിഫ് ബ്രൗണ് 1952 ഓരോ സമൂഹത്തെയും ഈച്ച് സൊസൈറ്റി പറഞ്ഞാൽ എന്താണ്? ഓരോ സമൂഹത്തെയും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈച്ച് സൊസൈറ്റി ഓരോ സമൂഹത്തെയും പൊതു നിയമങ്ങൾ, ജനറൽ ലോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഓപ്പറേറ്റ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പരസ്പര ബന്ധിതമായ സംവിധാനമായിട്ടാണ് നിർവചിക്കുന്നത്. 1952 റാഡിക്ലിഫ് ബ്രൗണ് ജനറൽ ലോസിനെയും ഫങ്ഷണൽ ഓപ്പറേറ്റിനെയും ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് നിർവചിക്കുന്നത്. 1952 റാഡിക്ലിഫ് ബ്രൗണ് ജനറൽ ലോസ് എന്ന് പറഞ്ഞാൽ പൊതു നിയമങ്ങൾ, ഫങ്ഷണൽ ഓപ്പറേറ്റ് ഈ ജനറൽ ലോസിനെയും
ഫങ്ഷൻസ് ഓപ്പറേറ്റിനെയും ഒരു പൊതുവായിട്ടുള്ള രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. പൊതുവായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്, ഫങ്ഷനലി ഇന്റർറിലേറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? He accepted that Durkheim offered the first systematic formulation of the concept of function. That is, concept is based on an analogy between social life and organic life. അതേപോലെ തന്നെ പിന്നീട് പറയുകയാണ്, ഡർക്കെയിം പ്രവർത്തന ആശയത്തിന്റെ ആദ്യത്തെ വ്യവസ്ഥാപിത രൂപീകരണം വ്യാഖ്യാനം ചെയ്യുന്നു. ഈ ആശയം സാമൂഹിക ജീവിതത്തെയും ജൈവ ജീവിതത്തിനും ഇടയിലുള്ള ഒരു സാമ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതായി അദ്ദേഹം അംഗീകരിക്കുന്നു. ഡർക്കെയിം പറയുകയാണ്, offered the first systematic formulation of the concept of function. That is, concept, ഈ കൺസെപ്റ്റ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നാണ് ഡർക്കെയിം പറയുന്നത്? അനലോഗി ബിറ്റ്വീൻ സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതമായിട്ടും ഓർഗാനിക് ലൈഫ്. ഓർഗാനിക് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് ഇവിടെ ഓർഗാനിക് ലൈഫ് എന്ന് പറയുന്നത്? ജൈവ ജീവിതം. ഓർഗാനിക് ലൈഫായിട്ടും സോഷ്യൽ ലൈഫായിട്ടാണ് ഡർക്കെയിം സാമൂഹിക ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നത്. ഹി ആക്സെപ്റ്റ് ഡർക്കെയിം എങ്ങനെയാണ് ഇവിടെ സാമൂഹിക ജീവിതത്തെ ബന്ധപ്പെടുത്തി പറയുന്നത്? He accepted that Durkheim offered the first systematic formulation of the concept of function. That is, concept is based on an analogy between social life and organic life. Durkheim ഈ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത് അനലോഗിയുടെ അടിസ്ഥാനത്തിലാണ്. അനലോഗി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഏത് ആശയമാണ് അവിടെ വരുന്നത്? സോഷ്യൽ ലൈഫും ഓർഗാനിക് ലൈഫും. അപ്പോൾ ഡർക്കെയിം സാമൂഹിക ജീവിതത്തെ എന്തുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്? സോഷ്യൽ ലൈഫുമായിട്ടും ഓർഗാനിക് ലൈഫുമായിട്ടാണ് ഇവിടെ സാമൂഹിക ജീവിതത്തെ ഡർക്കെയിം ബന്ധപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തി പറയുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നമുക്ക് നോക്കാം. റാഡിക്ലിഫ് ബ്രൗൺ ഡിസ്ലൈക്ക് ദ യൂസ് ഓഫ് ദ വേർഡ് ഫങ്ഷനിസം. ഫങ്ഷണലിസം എന്ന വാക്കിന്റെ ഉപയോഗം റാഡിക്ലിഫ് ബ്രൗണിന് ഇഷ്ടമല്ല. റാഡിക്ലിഫ് ബ്രൗൺ ഡിസ്ലൈക്ക് എന്താ? ഇഷ്ടമല്ല. യൂസ് ദ വേർഡ് ഓഫ് ഫങ്ഷണലിസം. ഫങ്ഷണലിസം എന്ന വാക്ക് ആർക്കും അവിടെ താല്പര്യമില്ല എന്നാ പറയുന്നത്? റാഡിക്ലിഫ് ബ്രൗണിന് താല്പര്യമില്ല. എന്നാൽ ഈ പദം ആരാണ് യൂസ് ചെയ്യുന്നത്? മലിനോവ്സ്കി പ്രൊപ്പഗേറ്റഡ് വിത്ത് ഇൻതുസിയാസിയം. എന്നാല് മലിനോവ്സ്കിയാണ് ആവേശത്തോടെ ഈ വാക്ക് എന്ത് ചെയ്യുന്നത്? പ്രചരിപ്പിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്? ഐഡിയോളജികളായിട്ടും സ്കൂൾ ഓഫ് തോട്ട് ആയിട്ടും ഫിലോസഫി ആയിട്ടും റിലംസ് ഓഫ് ഒപ്പീനിയൻ ആയിട്ടൊക്കെയാണ് റാഡിക്ലിഫ് ബ്രൗൺ ഈ ഫങ്ഷണാലിസം എന്ന പദം എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ റാഡിക്ലിഫ് ബ്രൗണിന് ഫങ്ഷണലിസം എന്ന പദത്തെ താല്പര്യമില്ല. മലിനോവ്സ്കി ആണ് ഈ പദത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ രീതിയില്? ഐഡിയോളജികളായിട്ടും സ്കൂൾ ഓഫ് തോട്ട് ആയിട്ടും ഫിലോസഫി ആയിട്ടും അതേപോലെ തന്നെ പിന്നെന്താണ് പല ഒപ്പീനിയൻസ് ആയിട്ടും അഭിപ്രായങ്ങളുടെ മേഖലകളായിട്ട് റിലംസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ റിലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഖലകൾ. റിലംസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങളുടെ മേഖലകളായിട്ടൊക്കെ മലിനോവ്സ്കിയാണ് ഏത് പദത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഫങ്ഷണലിസം എന്ന പദത്തെ ഇവിടെ പിന്താങ്ങുന്നത്. ഒരിക്കലും റാഡിക്ലിഫ് ബ്രൗൺ അല്ല ഈ പദത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. റാഡിക്ലിഫ് ബ്രൗൺ ഏത് പദത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല എന്നാ പറയുന്നത്. ഫങ്ഷണലിസം എന്ന പദത്തിന് റാഡിക്ലിഫ് ബ്രൗൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. മലിനോവ്സ്കി ആണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ മലിനോവ്സ്കി ഏതൊക്കെ രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ്? ചിന്താധാരകളായിട്ടും തത്വചിന്തകളായിട്ടും അതേപോലെ തന്നെ പിന്നെ ഏതാണ്? ഫിലോസഫി ആയിട്ടും അഭിപ്രായങ്ങളായിട്ടൊക്കെയാണ് ഈ ഫങ്ഷണലിസം എന്ന പദത്തിന് മലിനോവ്സ്കി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ അപ്പൊ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ഓഫ് റാഡിക്ലിഫ് ബ്രൗൺ ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഇത് വേണ്ട കാര്യം മാത്രമേ ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ
എക്സാമിന് വെക്കണം കേട്ടോ. അതേപോലെ തന്നെ ഫങ്ഷണലിസം ഇൻ സോഷ്യൽ ആന്ത്രോപോളജി റാഡിക്ലിഫ് ബ്രൗൺ ആൻഡ് മലിനോവ്സ്കി ചോദിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന ഇൻട്രൊഡക്ഷനും ഈ 4 പോയിന്റ്സും ഉൾപ്പെടുത്തി എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞ ഭാഗത്തിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗം തന്നെയാണ്. നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ഓഫ് റാഡിക്ലിഫ് ബ്രൗണാ പറഞ്ഞത്. ഇനി നമ്മൾ ദ ഫങ്ഷണലിസം ഓഫ് മലിനോവ്സ്കിയെ പറയണത്. ദ ഫങ്ഷണലിസം ഇൻ മലിനോവ്സ്കി, അതായത് ഫങ്ഷണലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലിനോവ്സ്കി എന്താണ് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫങ്ഷണലിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മലിനോവ്സ്കിയുടെ അഭിപ്രായങ്ങളും അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഡിസ്കഷൻ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. അതായത് മലിനോവ്സ്കിയും പ്രവർത്തന രീതിയും, മലിനോവ്സ്കിയുടെ ഫങ്ഷണാലിസത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 3 പാരഗ്രാഫാണുള്ളത്. അതിലെ പ്രധാനപ്പെട്ട പാരഗ്രാഫ്, 3 പാരഗ്രാഫിലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫ്, ബൈ കമ്പാരിസൺ ടു റാഡിക്ലിഫ് ബ്രൗൺ, ഇറ്റ് ഈസ് മലിനോവ്സ്കി ഹു ക്ലൈംസ് ദ ക്രിയേഷൻ ഓഫ് എ സെപ്പറേറ്റ് സ്കൂൾ, ഫങ്ഷണൽ സ്കൂൾ. Malinowski 1926 assumed that in every civilization, every custom, material object, ideas and belief fulfills some vital function, has some task to accomplish and is indispensable within a working whole. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് റാഡിക്ലിഫ് ബ്രൗണിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഫങ്ഷണൽ സ്കൂൾ എന്ന പ്രത്യേക സ്കൂൾ സൃഷ്ടിച്ചതായി അവകാശപ്പെടുന്നത് മലിനോവ്സ്കിയാണ്. റാഡിക്ലിഫ് ബ്രൗണിനെ ബൈ കമ്പാരിസൺ എന്നാണ് അവിടെ പറയുന്നത്. ബൈ കമ്പാരിസൺ ടു റാഡിക്ലിഫ് ബ്രൗൺ ഇറ്റ് ഈസ് മലിനോവ്സ്കി. റാഡിക്ലിഫ് ബ്രൗണിനെ താരതമ്യപ്പെടുത്തുമ്പോൾ മലിനോവ്സ്കി ഏതാണ്? ഫങ്ഷണൽ സ്കൂൾ സൃഷ്ടിച്ചത് ആരാണ് എന്നാ പറയുന്നത്? മലിനോവ്സ്കിയാണ്. ബൈ കമ്പാരിസൺ ടു റാഡിക്ലിഫ് ബ്രൗൺ ഇറ്റ് ഈസ് മലിനോവ്സ്കി ഹു ക്ലൈംസ് ദ ക്രിയേഷൻ ഓഫ് എ സെപ്പറേറ്റ് സ്കൂൾ, ഫങ്ഷണൽ സ്കൂൾ. അതായത് റാഡിക്ലിഫ് ബ്രൗണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫങ്ഷണൽ സ്കൂൾ എന്ന ആ പ്രത്യേക സ്കൂള് സൃഷ്ടിച്ചതായി അവകാശപ്പെടുന്നത് മലിനോവ്സ്കിയാണ്. ആൻഡ് ദെൻ പിന്നെന്താണ് പറയുന്നത്? ദാറ്റ് ഇൻ എവരി സിവിലൈസേഷൻ, എവരി കസ്റ്റം, മെറ്റീരിയൽ, ഒബ്ജക്റ്റ്, ഐഡിയാസ് ആൻഡ് ബിലീഫ് ഫുൾഫിൽ സം വൈറ്റൽ ഫങ്ഷൻ ആർ സം ടാസ്ക് ടു അക്കംപ്ലിഷ് ആൻഡ് ഈസ് ഇൻഡിസ്പെൻസിബിൾ വിത്തിൻ എ വർക്കിംഗ് ഹോൾ. അതായത് പിന്നീട് ഇവിടെ പറയുന്നത് എന്താണ്? അതായത് ഓരോ നാഗരികതയിലും, ഓരോ സിവിലൈസേഷൻ മീൻസ് നാഗരികത, ഓരോ നാഗരികതയിലും ഓരോ ആചാരവും ഭൗതിക വസ്തുതകളും ആശയങ്ങളും വിശ്വാസങ്ങളും ചില പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ചില കടമകൾ നിറവേറ്റുന്നുണ്ടെന്നും പ്രവർത്തനത്തിന്റെ മൊത്തത്തിൽ അത് അനിവാര്യമാണെന്നും ആര് അനുമാനിക്കുന്നുണ്ട്? മലിനോവ്സ്കി അനുമാനിക്കുന്നു. ഇപ്പോൾ ഓരോ സിവിലൈസേഷനിൽ എന്തൊക്കെ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്? മലിനോവ്സ്കി അസ്യൂം ദാറ്റ് ഇൻ എവരി സിവിലൈസേഷൻ, ഓരോ നാഗരികതയിലും കസ്റ്റം ആചാരങ്ങൾ, മെറ്റീരിയൽ ഒബ്ജക്റ്റ്, ഐഡിയാസ്, ബിലീഫ് തുടങ്ങിയ കാര്യങ്ങൾ വേണമെന്ന് ആര് പ്രസ്താവിക്കുന്നു? മലിനോവ്സ്കി പ്രസ്താവിക്കുന്നു. എന്തില്? സിവിലൈസേഷനിൽ. ഓരോ നാഗരികതയിലും എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നാണ് മലിനോവ്സ്കി പ്രസ്താവിക്കുന്നത്? ചില ആചാരങ്ങളും അതേപോലെ തന്നെ ഭൗതിക വസ്തുതകളും ആശയങ്ങളും വിശ്വാസങ്ങളും ആവശ്യമാണെന്ന് ആര് പ്രസ്താവിക്കുന്നു? മലിനോവ്സ്കി പ്രസ്താവിക്കുന്നു. ആൻഡ് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നോക്കാം. Radcliffe Brown begins with the society and its necessary condition of existence. Malinowski's starting point is the individual who has a set of basic needs that must be satisfied for his survival. അതായത് ബേസിക് നീഡ്സ് ദാറ്റ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ഫോർ ഈ സർവൈവൽ. അതായത്
ഇവിടെ പറയുന്നത് എന്താണ്? റാഡിക്ലിഫ് ബ്രൗൺ സമൂഹവും അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാഹചര്യങ്ങളും ഉപയോഗിച്ച് തിയറികൾക്ക് രൂപം കൊടുക്കുമ്പോൾ മലിനോവ്സ്കിയുടെ പ്രധാന കൃതികളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? പ്രസ്താവിക്കുന്നത്. Whereas Radcliffe Brown began society is necessary condition existence. റാഡിക്ലിഫ് ബ്രൗൺ സമൂഹവും അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാഹചര്യങ്ങളും ഉപയോഗിച്ച് ചില തിയറികൾ ആരംഭിക്കുമ്പോൾ മലിനോവ്സ്കിയുടെ ആരംഭ ബിന്ദു എന്താണ്? വ്യക്തിയാണ്. അയാൾക്ക് അതിജീവനത്തിന് തൃപ്തിപ്പെടുത്തേണ്ട ഒരു കൂട്ടം അടിസ്ഥാന ആവശ്യങ്ങളുണ്ട് എന്നാണ് ആര് പറയുന്നത്? മലിനോവ്സ്കി ആവശ്യപ്പെടുന്നത്. അപ്പോൾ റാഡിക്ലിഫ് ബ്രൗണ് അവിടെ സമൂഹവും അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാഹചര്യങ്ങളും ഉപയോഗിച്ച് ചില തിയറികൾക്ക് രൂപം കൊടുക്കുമ്പോൾ മലിനോവ്സ്കി എന്താണ് അഭിപ്രായപ്പെടുന്നത്? അതിജീവനത്തിന് തൃപ്തിപ്പെടുത്തേണ്ട ഒരു കൂട്ടം അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. അതായത് was a set of basic needs that must be satisfied for his survival. സർവൈവൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിജീവനം. അപ്പൊ അതിജീവനത്തിന് സംതൃപ്തിപ്പെടുത്തേണ്ട ഒരുപാട് ബേസിക് നീഡ്സ് ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? മലിനോവ്സ്കി പറയുന്നത്. അപ്പോ മലിനോവ്സ്കി എന്താണ് ഇവിടെ അഭിപ്രായപ്പെടുന്നത്? സർവൈവലിന് ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് ഉണ്ട് എന്നാണ് മലിനോവ്സ്കി ഇവിടെ വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ മലിനോവ്സ്കി അപ്രോച്ച് ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ 3 levels: the biological, social, structural and symbolical. മലിനോവ്സ്കി 3 തലങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത്. ബയോളജിക്കൽ ആയിട്ടും സോഷ്യൽ സ്ട്രക്ചറൽ ആയിട്ടും സിംബോളിക് ആയിട്ടും. ഏതൊക്കെ രീതിയിലാണ് മലിനോവ്സ്കി 3 തലങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ സമീപനത്തെ തരംതിരിക്കുന്നത്? ബയോളജിക്കലായിട്ടും ജൈവശാസ്ത്രപരമായിട്ടും പിന്നെ എന്താണ് അതേപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ സാമൂഹിക ഘടനാപരമായിട്ടും അതേപോലെ തന്നെ പിന്നെ എന്താണ് സിംബോളിക് പ്രതീകാത്മകമായിട്ടുമാണ് തരംതിരിക്കുന്നത്. Each of these level as a set of needs that must be satisfied for the survival of the individual. It is only survival that the survival of larger entities such as group, community, societies. അതായത് പിന്നീട് എന്താണ് ഇവിടെ പറയുന്നത്? അപ്പൊ മലിനോവ്സ്കി 3 തലങ്ങളിലൂടെയാണ് വേർതിരിക്കുന്നത്. റാഡിക്ലിഫ് ബ്രൗണിൽ നിന്നും വ്യത്യസ്തമായി മലിനോവ്സ്കി 3 തലങ്ങളിലൂടെയാണ് വേർതിരിക്കുന്നത്. ബയോളജിക്കലായിട്ടും അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രക്ചർ ആയിട്ടും സിംബോളിക്കലായിട്ടുമാണ് തരംതിരിക്കുന്നത് എന്ന് പറഞ്ഞു. കൂടാതെ ഈ തലങ്ങളിൽ ഓരോന്നും വ്യക്തിയുടെ നിലനിൽപ്പിന് തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ തലങ്ങൾ ഓരോന്നും അതായത് എന്താ പറയുന്നത്? ഈച്ച് ഓഫ് ദീസ് ലെവൽ, ഈ തലങ്ങൾ ഓരോന്നും എങ്ങനെയാണ് വ്യക്തിയുടെ നിലനിൽപ്പിന് തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈച്ച് ഓഫ് ദീസ് ലെവൽ ആസ് എ സെറ്റ് ഓഫ് നീഡ്സ് ദാറ്റ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ഫോർ ദ സർവൈവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഈ തലങ്ങൾ ഓരോന്നും വ്യക്തിയുടെ നിലനിൽപ്പിന് തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ പറഞ്ഞ 3 ഘടകങ്ങളും വ്യക്തിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പൊ ഈ 3 തലങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബയോളജിക്കലും സോഷ്യൽ സ്ട്രക്ചറും സിംബോളിക്കലും. ഈ ലെവൽസ് മുഴുവനും ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കൂട്ടമാണ്, ആവശ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. ഏതൊക്കെ കൂട്ടങ്ങളാണ് വരിക? അപ്പോ ഗ്രൂപ്പ് വരും, കമ്മ്യൂണിറ്റി വരും, സൊസൈറ്റി വരും. അപ്പൊ ഏതൊക്കെ കൂട്ടങ്ങളായിരിക്കാം അത്? അതായത് ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് തൃപ്തിപ്പെടുത്തേണ്ട ഒരു കൂട്ടം അടിസ്ഥാന ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയായിരിക്കാം? അത് ഗ്രൂപ്പ് ആയിരിക്കാം, കമ്മ്യൂണിറ്റി ആയിരിക്കാം, സൊസൈറ്റി ആയിരിക്കാം. അപ്പോ ഇവിടെ നമ്മള് മലിനോവ്സ്കിയുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മലിനോവ്സ്കി പറയാണ് 3 തലങ്ങളിലൂടെയാണ് എന്ത് നിലനിൽക്കുന്നത്? മലിനോവ്സ്കിയുടെ പ്രവർത്തന പരമ്പര എന്ന് പറയുന്നത് 3 തലങ്ങളിലൂടെയാണെന്ന് പറഞ്ഞു. ആ 3 തലങ്ങൾ ഏതൊക്കെയാണ്? ബയോളജിക്കലും
സോഷ്യൽ സ്ട്രക്ചറും സിംബോളിക്കലുമാണ്. ഈ ലെവൽസിലൂടെയാണ് ഒരു വ്യക്തിയുടെ ഉപജീവനം നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് വാട്ട് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ തിയറിറ്റിക്കൽ അപ്രോച്ചസ് ഓഫ് റാഡ്ക്ലിഫ്, ബ്രൗൺ ആൻഡ് മലിനോവ്സ്കി. അതായത് എന്താണ്, റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും മലിനോവ്സ്കിയുടെയും തിയറിറ്റിക്കൽ സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും മലിനോവ്സ്കിയുടെയും തിയറിറ്റിക്കൽ സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പൊ ചോദ്യം. അതിൽ നമുക്ക് ഇവിടെ ഒരു പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, ശ്രദ്ധിക്കൂ. ദ ബേസിസ് ഓഫ് മലിനോവ്സ്കി അപ്രോച്ചസ് is a theory of vital skewness which have a biological foundation and are incorporated in whole society. മലിനോവ്സ്കിയുടെ സമീപനത്തിന്റെ അടിസ്ഥാനം സുപ്രധാന ശ്രേണികളുടെ ഒരു സിദ്ധാന്തമാണ്. അവയ്ക്കൊരു ജൈവികമായ അടിത്തറയുണ്ട്. മലിനോവ്സ്കിയുടെ സമീപനത്തിന്റെ അടിസ്ഥാനം എന്താണ്? വൈറ്റൽ സ്ക്യൂനസ്. വൈറ്റൽ സ്ക്യൂനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രധാന ശ്രേണികളുടെ ഒരു സിദ്ധാന്തമാണ്. അവയ്ക്കൊരു പ്രത്യേക ജൈവികമായ അടിത്തറയുണ്ട്. എല്ലാ സമൂഹങ്ങളിലും അവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ മലിനോവ്സ്കിയുടെ സമീപനത്തിന്റെ അടിസ്ഥാനം വൈറ്റൽ സ്ക്യൂനസ് ആണ്. വൈറ്റൽ സ്ക്യൂനസ് പറഞ്ഞാൽ എന്താണ്? സുപ്രധാന ശ്രേണികളുടെ ഒരു സിദ്ധാന്തമാണ്. അവയ്ക്ക് എന്തുണ്ട്? ഒരു ജൈവിക അടിത്തറയുണ്ട്. കൂടാതെ ഈ ഓരോ ശ്രേണികളും ഓരോ രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 രീതിയിലാണ് ഈ വ്യത്യാസത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മലിനോവ്സ്കിയുടെയും റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും സിദ്ധാന്തങ്ങളെ ബേസിക് നീഡ്സിന്റെ അടിസ്ഥാനത്തിലും വേർതിരിച്ചിരിക്കുന്നു, കൾച്ചറൽ റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിലും വേർതിരിച്ചിരിക്കുന്നു. മലിനോവ്സ്കിയുടെയും റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും സിദ്ധാന്തങ്ങളെ 2 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ബേസിക് നീഡ്സിന്റെ അടിസ്ഥാനത്തിലും കൾച്ചറൽ റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിലും. ബേസിക് നീഡ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ്? മെറ്റാബോളിസം, റീപ്രൊഡക്ഷൻ, അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? ബോഡ്ലി കംഫോർട്ട്. ബോഡ്ലി കംഫോർട്ട് പറഞ്ഞാൽ എന്താണ്? ശാരീരികമായ സുഖം. ബോഡ്ലി കംഫോർട്ട്, സേഫ്റ്റി, മൂവ്മെന്റ്, ഗ്രോത്ത്, ഹെൽത്ത്. ഇത്രയും ഘടകങ്ങൾ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്? റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും മലിനോവ്സ്കിയുടെയും തിയറികൾ വ്യത്യാസമുണ്ട് ബേസിക് നീഡ്സിന്റെ അടിസ്ഥാനത്തിൽ. ഇനി കൾച്ചറൽ റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ്? അതായത് ഏതൊക്കെ രീതിയിലാണ്? കമ്മീഷറേറ്റ്, കിൻഷിപ്പ്, പ്രൊട്ടക്ഷൻ, ആക്ടിവിറ്റീസ്, ട്രെയിനിങ്, അതേപോലെ തന്നെ ഹൈജനി. ഹൈജനി പറഞ്ഞാൽ എന്താണ്? ശുചിത്വം. ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും മലിനോവ്സ്കിയുടെയും തിയറികൾ വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും മലിനോവ്സ്കിയുടെയും തിയറികൾ ഏതൊക്കെ കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്? ബേസിക് നീഡ്സിന്റെ കാര്യത്തിലും ഉണ്ട്, കൾച്ചറൽ റെസ്പോൺസസിന്റെ കാര്യത്തിലും ഉണ്ട്. ബേസിക് നീഡ്സ് പറഞ്ഞാൽ മെറ്റബോളിസം, റീപ്രൊഡക്ഷൻ, ബോഡി കംഫർട്ട്, സേഫ്റ്റി, മൂവ്മെന്റ്, ഗ്രോത്ത്, ഹെൽത്ത്. കൾച്ചറൽ റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാല് കമ്മീഷറേറ്റ്, കിൻഷിപ്പ്, പ്രൊട്ടക്ഷൻ, ആക്ടിവിറ്റീസ്, ട്രെയിനിങ്, ഹൈജനി. ഹൈജനി പറഞ്ഞാൽ ശുചിത്വം. ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ 2 ആളുടെ തിയറികളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഫങ്ഷണലിസത്തെ കുറിച്ച് ടാൽകോട്ട് പാഴ്സന്റെ ഒപ്പീനിയൻസ് ആണ് എടുക്കാനുള്ളത് കേട്ടോ. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ എടുത്ത ഭാഗം, അതായത് ടീച്ചർ പറഞ്ഞ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അത് എഴുതിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ 13th യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫങ്ഷണാലിസം ഓഫ് ടാൽകോട്ട് പാഴ്സൺ 1908, 1979 ആൻഡ് റോബർട്ട് കെ മർട്ടൺ 1910 ആൻഡ് 2003. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ടാൽകോട്ട് പാഴ്സണും റോബർട്ട് കെ മർട്ടണും ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ഫങ്ഷണാലിസത്തെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം.
In 1975, in an important article, Paulson labels his student Robert Merton and himself arc functionalist. അതായത് എന്താ അവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1975 in 1975 in an important article Paulson labels his student Robert Merton. അതായത് റോബർട്ട് മെർട്ടന്റെ കീഴിൽ ആണ് ആരുണ്ടായിരുന്നത്? പാൾസൺ ഉണ്ടായിരുന്നത്. ഇവിടെ എന്താ പറയണ നോക്കിക്കോളൂ. അതായത് 1975 പാൾസൺ തൻ്റെ വിദ്യാർത്ഥിയായ റോബർട്ട് മെർട്ടനെയും അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ആർച്ച് ഫങ്ഷനിസ്റ്റുകൾ ലേബൽ ചെയ്തു. അപ്പോൾ 1975 പാൾസൺ തൻ്റെ വിദ്യാർത്ഥിയായിട്ടുള്ള റോബർട്ട് മെർട്ടനെ കൂടി ഏതിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചു? ആർക്ക് ഫങ്ഷണലിസ്റ്റിൽ. അതിന് ലേബൽ ചെയ്തു എന്നാ പറയുന്നത്. 1975 മെർട്ടൻ പാൾസൺ തൻ്റെ വിദ്യാർത്ഥിയായിട്ടുള്ള റോബർട്ട് മെർട്ടനെ കൂടി ഫങ്ഷണലിസ്റ്റിൽ ലേബൽ ചെയ്തു. For him, structure refers to any set of relation among parts of a living system. For him, structure refers to, ഇതിന്റെ ഘടന എന്ന് പറയുന്നത് എന്താണ്? Any set of relation among parts of a living system. ഒരു ലിവിങ് സിസ്റ്റത്തിന്റെ ജീവിത സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ റിലേറ്റ് ചെയ്ത് പറയുന്നത്. For him, structure refers to any set of relation among parts of a ലിവിങ് സിസ്റ്റം. ഒരു ലിവിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലിവിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ജീവജാലങ്ങളുടെ ജീവിത രീതികളൊക്കെ ഉൾപ്പെടാം. അപ്പോൾ ഒരു ലിവിങ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇവിടെ ബന്ധപ്പെടുത്തി പറയുന്നത്. On empirical ground, he says it can be assumed or shown that these relations are stable over a time period. ഏത് ബന്ധങ്ങളും എങ്ങനെയായിരിക്കുന്ന പറയുന്നത്? സ്റ്റേബിൾ ഓവർ എ ടൈം പീരിയഡ്, ഒരു നിശ്ചിത പീരിയഡിലാണ് ഓരോന്നിൻ്റെയും നിലനിൽപ്പ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഓൺ എംപെരിക്കൽ ഗ്രൗണ്ട് ഹി സേസ് ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ഓർ ഷോവൺ ദാറ്റ് ദീസ് റിലേഷൻ ആർ, ഓരോ റിലേഷൻസും എങ്ങനെയാണ് എന്നാ പറയുന്നത്? സ്റ്റേബിൾ ഓവർ എ ടൈം പീരിയഡ്, ഒരു നിശ്ചിത ടൈം പീരിയഡിലാണ് ഓരോ റിലേഷൻസും നിലനിൽക്കുന്നത്. ഓൺ എംപെരിക്കൽ ഗ്രൗണ്ട്സ് ഹി സേസ് ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ഓർ ഷോവൺ ദാറ്റ് ദീസ് റിലേഷൻ ആർ സ്റ്റേബിൾ ഓവർ എ ടൈം പീരിയഡ്. ഓരോ റിലേഷൻസും എങ്ങനെയാണ്? ഒരു നിശ്ചിത ടൈം പീരിയഡിൽ സ്റ്റേബിൾ ആയിരിക്കാം. ബൈ പ്രോസസ് വിച്ച് ഈസ് ദ correlative concept with structure, one refers to the changes that occur in the state of the system or its relevant parts. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്? ബൈ പ്രോസസ് എന്നാ പറയുന്നത്. അപ്പം ഇവിടെ പിന്നെന്താണ് അവിടെ വ്യക്തമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് by process which is corrective concept with the structure one refers to the changes that occur in the state of the system or its relevant parts. അതായത് പിന്നെ പറയാണ് പ്രക്രിയ എന്നതുകൊണ്ട് അനുഭവപരമായ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ സ്ഥിരതയുള്ളതെന്ന് കാണിക്കുന്നതിനോ സൂചിപ്പിക്കുന്നു. മാത്രല്ല പിന്നെന്താ ഇവിടെ പറയുന്നത്? ബൈ പ്രോസസ് വിച്ച് ഈസ് കോറിലേറ്റീവ് കൺസെപ്റ്റ്. പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോറിലേറ്റീവ് കൺസെപ്റ്റ് വിത്ത് സ്ട്രക്ചർ, ഓരോ ഘടനയുടെയും ഒരു കോറിലേറ്റീവ് കൺസെപ്റ്റ് ആണ് എന്നതാണ് ഇവിടെ പ്രോസസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺസ് റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഓർ ഇറ്റ്സ് റെലവന്റ് പാർട്സ്. അതേപോലെ തന്നെ ഓരോ സമ്പ്രദായങ്ങളും എങ്ങനെ സംഭവിക്കുന്നു? മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. ഓരോ സിസ്റ്റംസും മാറ്റത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. പ്രക്രിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കോറിലേറ്റീവ് കൺസെപ്റ്റുമാണ്. ബൈ പ്രോസസ് വിച്ച് ഈസ് ദ കോറിലേറ്റീവ് കൺസെപ്റ്റ് വിത്ത് സ്ട്രക്ചർ. പ്രക്രിയ പ്രോസസ് എന്ന് പറയുന്നത് ഒരു കോറിലേറ്റീവ് കൺസെപ്റ്റ് ആണ്.
എന്തിന്റെ? വിത്ത് സ്ട്രക്ചർ, ഘടനയുടെ. ഒരു സ്ട്രക്ചറിന്റെ കോറിലേറ്റീവ് കൺസെപ്റ്റ് ആണ് പ്രോസസ്. മാത്രല്ല ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഓർ ഈഫ് റെലവെന്റ് പാർട്സ്. മാത്രല്ല അത് എന്തിനേയും അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്? മാറ്റങ്ങളെയും. അവ പിന്നെ എന്തിനേയും അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട് എന്നാ പറയുന്നത്? അതായത് പല മാറ്റങ്ങളെയും അത് അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫില്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കൂ. പാഴ്സൺ തിങ്ക് ദാറ്റ് ഈഫ് ഒറിജിനൽ ഫോർമുലേഷൻ അണ്ടർ ദ rubric of structural functionalism tends to analyze society as if it is static but the new formulation. പാഴ്സൺ തിങ്ക് ചെയ്യാണ്, ചിന്തിക്കുകയാണ്. പാഴ്സൺ എന്താണ് അവിടെ ചിന്തിക്കുന്നത്? പാഴ്സൺ തിങ്ക് ദാറ്റ് ഈഫ് ഒറിജിനൽ ഫോർമുലേഷൻ അണ്ടർ ദ rubric of structural functionalism, ഒരു ഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തെ പാഴ്സൺ ഇവിടെ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. പാഴ്സൺ ചിന്തിക്കുന്നു എന്തിനെ? ഒറിജിനൽ ഫോർമുലേഷൻ അണ്ടർ ദ റൂബറിക് സ്ട്രക്ചറൽ ഫങ്ഷണാലിസം, ഒരു ഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തെ കുറിച്ച് പാഴ്സൺ ചിന്തിക്കുന്നു. എന്ത് ചെയ്യാൻ? വിശകലനം ചെയ്യാൻ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നാൽ പുതിയ പ്രാധാന്യം നൽകുന്ന തന്റെ യഥാർത്ഥ ഫോർമുലേഷൻ സമൂഹത്തിന്റെ ഒരു സ്ഥിരതയായി അദ്ദേഹം വ്യക്തമാക്കുന്നു. അങ്ങനെ പാഴ്സൺ തിങ്ക് ദാറ്റ് ഈസ് ഒറിജിനൽ ഫോർമുലേഷൻ അണ്ടർ ദ rubric ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണാലിസം. പാഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്? ഫോർമുലേഷൻ കൊടുക്കുന്നു, രൂപം കൊടുക്കുന്നു. എന്തിന്? സ്ട്രക്ചറൽ ഫങ്ഷണാലിസത്തിന്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്ത് വിശകലനം ചെയ്യുന്നു? പുതിയ ന്യൂ ഫോർമുലേഷന്, അവിടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ന്യൂ ഫോർമുലേഷന് രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിച്ചോളൂ. പാഴ്സൺ തിങ്ക് ദാറ്റ് ഈസ് ഒറിജിനൽ ഫോർമുലേഷൻ അണ്ടർ ദ rubric ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണാലിസം. അതായത് പാഴ്സൺ എന്താണ് ചെയ്യുന്നത്? ഘടനയേക്കാൾ പ്രവർത്തനപരമായിട്ടുള്ള ആശയത്തെ വിശകലനം ചെയ്യാൻ പ്രവണത കാണിക്കുന്നു. അങ്ങനെ പാഴ്സൺ വിശകലനം ചെയ്യുന്നതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പുതിയ ഫോർമുലേഷന് രൂപം കൊടുക്കുകയും ചെയ്യുന്നു. Where stress is laid on the concept of function, then structure in the name of functionalism take much more account of change and evolution. For example, one many examine the American context. അതേപോലെ തന്നെ സമൂഹത്തെ ഒരു സ്ഥിരതയായിട്ട് കാണിക്കുന്നതിനും അതിന്റെ പരിണാമത്തെ മനസ്സിലാക്കുന്നതിനൊക്കെ നമുക്ക് സഹായിക്കുന്നതാണ് പറയുന്നത്. വേർ സ്ട്രെസ് ഇൻ ലെഡ് ഓൺ കൺസെപ്റ്റ് ഓഫ് ഫങ്ഷൻ ദാൻ സ്ട്രക്ചർ ഇൻ നെയിം ഓഫ് ഫങ്ഷണാലിസം. ഫങ്ഷണാലിസം വ്യക്തമാക്കുന്നതിനും അതിന്റെ മാറ്റത്തെ വ്യക്തമാക്കുന്നതിനും മച്ച് മോർ അക്കൗണ്ട് ഓഫ് ചേഞ്ച് ആൻഡ് എവല്യൂഷൻ. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിണാമത്തിലുള്ള മാറ്റത്തെ മനസ്സിലാക്കുന്നതിനൊക്കെ പാഴ്സന്റെ ചിന്തകൾ സഹായിക്കുന്നുണ്ട്. മാത്രല്ല അതിന് എക്സാമ്പിൾ ആയ വൺ മേ എക്സാമിൻ ദ അമേരിക്കൻ കണ്ടസ്റ്റ്. അതായത് ഇവിടെ ഉദാഹരണത്തിന് എന്താ പറയുന്നത്? അമേരിക്കൻ സാഹചര്യമാണ് അതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. പാഴ്സൺ തിങ്ക് ദാറ്റ് ഒറിജിനൽ ഫോർമുലേഷൻ അണ്ടർ ദ rubric ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണാലിസം. പാഴ്സൺ അവിടെ എന്താണ് ചിന്തിക്കുന്നത്? ഒരു ഘടനാപരമായ പ്രവർത്തനത്തെയാണ് ചിന്തിക്കുന്നത്. അതിലൂടെ എന്ത് വിശകലനം ചെയ്യുന്നുണ്ട്? ഒരു ന്യൂ ഫോർമുലേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ where stress laid down the concept of function than structure in name of functionalism. അങ്ങനെ പുതിയ ഒരു ഫങ്ഷണാലിസത്തിന് അദ്ദേഹം രൂപം കൊടുക്കുകയും അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അമേരിക്കൻ കണ്ടസ്റ്റ്, അതായത് അമേരിക്കൻ സമൂഹത്തെ കുറിച്ചാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. തേർഡ് പാരഗ്രാഫിൽ പറയാണ് ഫങ്ഷണാലിസം ഈസ് ബെസ്റ്റ് നോൺ ഇൻ ടേംസ് ഓഫ് ദ ഫങ്ഷണൽ ഇംപാരറ്റീവ്സ്. അതായത് പാഴ്സന്റെ ഫങ്ഷണാലിസത്തില് എന്താണ് പറയുന്നത്? ഫങ്ഷണാലിസം ഈസ് ബെസ്റ്റ് നോൺ ഇൻ ടേംസ് ഓഫ് ദ ഫങ്ഷണൽ ഇംപാരറ്റീവ്സ്. അതായത്
പ്രവർത്തനപരത എന്നറിയപ്പെടുന്നത് ഒരു ഫങ്ഷണൽ ഇമ്പാരറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. ഒരു ഫങ്ഷണൽ ഇമ്പാരറ്റീവ് ആണ് ഫങ്ഷണാലിസം എന്നാണ് ആര് അഭിപ്രായപ്പെടുന്നത്? പേഴ്സൺ. Functionalism is best known in terms of the functional imperative, the essential condition required for the enduring existence of a system. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? ഈ ഒരു സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടീഷൻസ് ഒക്കെ റിക്വയർഡ് ചെയ്യുന്നത്. ഇനി എന്താണ് ആ സിസ്റ്റം? ആൾസോ നോൺ ആസ് AGIL മോഡൽ. എന്താണ് AGIL മോഡൽ എന്ന് പറഞ്ഞാൽ? എ എന്ന് പറഞ്ഞാൽ അഡാപ്ഷൻ. അഡാപ്ഷൻ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക. ജി എന്ന് പറഞ്ഞാൽ ഗോൾ അറ്റൈൻമെന്റ്, ലക്ഷ്യം പൂർത്തീകരിക്കുക. ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ, കൂടിച്ചേരല്. അതേപോലെ തന്നെ എൽ എന്ന് പറഞ്ഞാല് എന്താണ്? ലേറ്റൻസി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ മാനേജ്മെന്റ് ആണ് കേട്ടോ ലേറ്റൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു AGIL മോഡലിനും കൂടി ഇതാര് രൂപം കൊടുക്കുന്നുണ്ട്? പാഴ്സൺ രൂപം കൊടുക്കുന്നുണ്ട്. അപ്പൊ പാഴ്സൺ ഫങ്ഷണാലിസം ഈസ് ബെസ്റ്റ് നോൺ ആസ് ഇൻ ടേംസ് ഓഫ് ദ ഫങ്ഷണൽ ഇമ്പാരറ്റീവ്. പാഴ്സൺ ഫങ്ഷണാലിസത്തിനെ ഏത് പേരിൽ പറയുന്നത്? ഒരു ഫങ്ഷണൽ ഇമ്പാരറ്റീവ് ആയിട്ടാണ് പാഴ്സൺ ഫങ്ഷണാലിസത്തെ പറയുന്നത്. The essential condition required for the enduring existence of a system. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ആർജിക്കുന്നത് ഒരു സിസ്റ്റം നിലനിൽക്കുമ്പോഴാണ്. ഇനി ഏതാണ് ആ സിസ്റ്റം? ആ സിസ്റ്റം എന്ന് പറയുന്നതാണ് AGIL മോഡൽ. AGIL മോഡലിൽ എന്തൊക്കെ വരും? എ എന്ന് പറഞ്ഞാൽ അഡാപ്ഷൻ, ജി എന്ന് പറഞ്ഞാൽ ഗോൾ അറ്റൈൻമെന്റ്, ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ, എൽ എന്ന് പറഞ്ഞാൽ ലേറ്റൻസി. ഇതിനെയാണ് AGIL മോഡൽ. ഇനി നമുക്ക് AGIL മോഡലത്തെ അഡാപ്ഷൻ എന്താണെന്നും ഗോൾ അറ്റൈൻമെന്റ് എന്താണെന്നും ഇന്റഗ്രേഷൻ എന്താണെന്നും ലാറ്റൻസി എന്താണെന്നും കൂടി പഠിച്ചു കഴിഞ്ഞാല് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫങ്ഷണാലിസം ഓഫ് ടാൽകോട്ട് പാഴ്സണും റോബർട്ട് കെ മർട്ടനും. പാഴ്സന്റെ വിദ്യാർത്ഥിയാണ് ആര്? റോബർട്ട് മർട്ടൻ. അദ്ദേഹം അതിലൂടെയാണ് ഇതിനെ പറയുന്നത്? ഫങ്ഷണലിസ്റ്റിനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക. ഇനി ഈ മോഡൽ എന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് 4 ഫങ്ഷണൽ ഇമ്പാരറ്റീവ്സ് ഏതൊക്കെ നോക്കാം. 4 ഫങ്ഷണൽ ഇമ്പാരറ്റീവ്സ് ഉള്ളത്: അഡാപ്ഷന്, ഗോൾ അറ്റൈൻമെന്റ്, ഇന്റഗ്രേഷൻ, ലാറ്റൻസി. അഡാപ്ഷൻ, ഗോൾ അറ്റൈൻമെന്റ്, ഇന്റഗ്രേഷൻ, ലാറ്റൻസി. അല്ല, അഡാപ്ഷൻ എന്താ നോക്കിക്കോളൂ. എന്താണ് അഡാപ്ഷൻ? അതായത് ബൈ ദിസ് ഈസ് മീൻ ദ പ്രോബ്ലം ഓഫ് സെക്യൂറിങ് സഫിഷ്യന്റ് റിസോഴ്സസ് ഫ്രം ദ സൊസൈറ്റി, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദം ത്രൂ ഔട്ട് ദ സിസ്റ്റം. അതായത് ഇവിടെ എന്താണ് അഡാപ്ഷനിൽ പറയുന്നത്? അഡാപ്ഷൻ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടൽ. ഇതിനർത്ഥം മതിയായ വിഭവങ്ങൾ സുരക്ഷിതമാക്കുന്നതിലെ പ്രശ്നമാണ്. സമൂഹത്തിന്റെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് അവയെ സിസ്റ്റത്തിലുടനീളം വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് അഡാപ്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മതിയായിട്ടുള്ള വിഭവങ്ങളെ സുരക്ഷിതമാക്കുന്നതിലെ പ്രശ്നമാണ്. ബൈ ദ മീൻ ദ പ്രോബ്ലം ഓഫ് സെക്യൂറിങ് സഫിഷ്യന്റ് റിസോഴ്സസ്. ബൈ ദിസ് ഈസ് മീൻ ദ പ്രോബ്ലം ഓഫ് സെക്യൂറിങ് സഫിഷ്യന്റ് റിസോഴ്സസ്. അതായത് മതിയായിട്ടുള്ള വിഭവങ്ങള് സുരക്ഷിതമാക്കുന്നതിലുള്ള പ്രശ്നമാണ് അഡാപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം ദ സൊസൈറ്റി, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ത്രൂ ഔട്ട് ദ സിസ്റ്റം. സമൂഹത്തിന്റെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് അവയെ സിസ്റ്റത്തിലുടനീളം വിതരണം ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പറഞ്ഞ ബാഹ്യമായ പരിസ്ഥിതിയിൽ നിന്ന് കൊണ്ട് തന്നെ അവയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സിസ്റ്റമാണ് അഡാപ്ഷൻ എന്ന് പറഞ്ഞാൽ. ബൈ ദിസ് ഈസ് മീൻ ദ പ്രോബ്ലം ഓഫ് സെക്യൂറിങ് സഫിഷ്യന്റ്. അതായത് മതിയായ വിഭവങ്ങൾ സുരക്ഷിതമാക്കുന്നതിലെ പ്രശ്നമാണ്. മതിയായിട്ടുള്ള വിഭവങ്ങൾ സുരക്ഷിതമാക്കുന്നതിലെ പ്രശ്നമാണ്. സമൂഹത്തിന്റെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന്, എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് അവയെ സിസ്റ്റത്തിലുടനീളം വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ each society needs certain institution that perform the function of adaptation to the environment, which is an external function. അതുകൊണ്ട് എന്താ ഇവിടെ പറയുന്നത്? ഓരോ സമൂഹത്തിനും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടൽ എന്ന പ്രവർത്തനം നിർവഹിക്കുന്ന ചില സ്ഥാപനങ്ങൾ ആവശ്യമാണ്. അപ്പോ ഓരോ സമൂഹത്തിനും
പൊരുത്തപ്പെടലുമായി ബന്ധപ്പെട്ട ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്യാവശ്യമാണ്. ഈച്ച് സൊസൈറ്റി നീഡ്സ് സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പെർഫോം ദ ഫങ്ഷൻ ഓഫ് അഡാപ്ഷൻ ടു ദ എൻവയോൺമെന്റ് വിച്ച് ഈസ് ആൻ എക്സ്റ്റേണൽ ഫങ്ഷൻ. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ സമൂഹത്തിനും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടൽ അഡാപ്ഷൻ എന്ന പ്രവർത്തനം നിർവഹിക്കുന്ന ചില സ്ഥാപനങ്ങൾ അത്യാവശ്യമാണ്. ഇത് ബാഹ്യ പ്രവർത്തനമാണ്. അത് ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള മാർഗങ്ങൾ നൽകാൻ കാരണമാകുന്നു. അപ്പോൾ അഡാപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഒരു സഫിഷ്യന്റ് വിഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻവയോൺമെന്റിലെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ എപ്പോഴും എന്താവശ്യമാണ് എന്നാണ് പറയുന്നത്? ഒരു സമൂഹത്തില് പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടൽ എന്ന പ്രവർത്തനം നിർവഹിക്കുന്ന ചില സ്ഥാപനങ്ങൾ ആവശ്യമാണ്. ഓരോ സമൂഹത്തിനും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടൽ എന്ന പ്രവർത്തനം നിർവഹിക്കുന്ന ചില സ്ഥാപനങ്ങൾ ആവശ്യമാണ്. അടുത്തതാണ് ഗോൾ അറ്റൈൻമെന്റ്. രണ്ടാമത്തെ പോയിന്റ് ഗോൾ അറ്റൈൻമെന്റ് എന്താ എന്ന് നമുക്ക് നോക്കാം. ഗോൾ അറ്റൈൻമെന്റ് പറഞ്ഞാൽ ലക്ഷ്യപ്രാപ്തി, ലക്ഷ്യപ്രാപ്തി നേടുക. This function is concerned with the need of the system to mobilize its resources to attain goal and to establish priority among them. അതായത് ലക്ഷ്യം നേടുക. അവയിൽ മുൻഗണനകൾ സ്ഥാപിക്കുന്നതിൻ്റെ മുൻഗണനയ്ക്ക് അടിസ്ഥാനത്തിൽ എന്തിനാണോ പ്രയോറിറ്റി നൽകുന്നത് അതിനനുസരിച്ച് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുക എന്നാണ് ഗോൾ അറ്റൈൻമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഫങ്ഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ നീഡ് ഓഫ് ദ സിസ്റ്റം, mobilize its resources to attain the goal and to establish priority among them. എന്തിനാണ്, ഏത് കാര്യത്തിനാണ് മുൻഗണന നൽകുന്നത്? അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു. എന്തിനാണോ പ്രയോറിറ്റി നൽകുന്നത്, മുൻഗണന നൽകുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തിനാണോ മുൻഗണന നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങൾ റിസോഴ്സ് കളക്ട് ചെയ്യുന്നതുമായി അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ഇന്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് റിഗാർഡഡ് ആസ് ദ ഹെർട്ട് ഓഫ് ദ ഫോർ ഫങ്ഷൻ പാഠികം ബൈ ഇന്റഗ്രേഷൻ നീഡ് ടു കോർഡിനേറ്റ്, അഡ്ജസ്റ്റ് ആൻഡ് റെഗുലേറ്റ് റിലേഷൻഷിപ്പ് എമംഗ് ദ വാരിയസ് ആക്ടേഴ്സ് so that the system is an ongoing entity. അതായത് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടിച്ചേരലാണ് അല്ലേ. അതായത് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഹെർട്ട് ഓഫ് ഫോർ ഫങ്ഷൻ പാഠികം, 4 പ്രവർത്തന മാതൃകയായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഹെർട്ട് ഓഫ് ഫോർ ഫങ്ഷൻ പാഠികം, 4 പ്രവർത്തന മേഖലയായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഏതൊക്കെയാണ് ആ പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ ഇന്റഗ്രേഷൻ ഈസ് നീഡഡ് ടു കോർഡിനേറ്റ്, അഡ്ജസ്റ്റ്, റെഗുലേറ്റ് റിലേഷൻഷിപ്പ് എമംഗ് വാരിയസ് ഫാക്ടേഴ്സ്. അപ്പൊ 4 പ്രവർത്തന മേഖലകളുടെ കൂടിച്ചേരലാണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 4 പ്രവർത്തന മേഖലയുടെ കൂടിച്ചേരലിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുക. എന്തൊക്കെയാണ് അവിടെ? കൂടിച്ചേരൽ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയായിരിക്കാം? കോർഡിനേഷൻ ഉണ്ടായിരിക്കാം, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കാം, റെഗുലേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകും, അതേപോലെ തന്നെ ആക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവയുടെയൊക്കെ കൂടിച്ചേരലാണ്. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? പിന്നെ അതുകൊണ്ട് ഓൺ ഗോയിങ് എൻറ്റൈറ്റി, അതേപോലെ തന്നെ അവയുടെയൊക്കെ ഏകോപനവും ക്രമീകരണവും ഒക്കെയാണ് ഇവിടെ ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. അപ്പോൾ ഓൺ ഗോയിങ് എൻറ്റൈറ്റി അവയുടെയൊക്കെ പ്രവർത്തന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവിടെ കൂടിച്ചേരുന്നത്? കോർഡിനേഷനും അതേപോലെ തന്നെ അഡ്ജസ്റ്റും റെഗുലേറ്റ് ദ റിലേഷൻഷിപ്പും ഇവയുടെയൊക്കെ കൂടിച്ചേരലാണ് ഇന്റഗ്രേഷൻ. ഇനി ലേറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? ലേറ്റൻസി എന്ന് പറഞ്ഞാല് പാറ്റേൺ മെയിൻ്റെനൻസ് ആൻഡ് ടെൻഷൻ മാനേജ്മെന്റ്. ടെൻഷനെ മാനേജ്മെന്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ദിസ് ഫങ്ഷൻ പെർറ്റെയിൻസ് ടു ദ ഇഷ്യൂസ് ഓഫ് പ്രൊവൈഡിങ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ ടു ദ സിസ്റ്റം.
ഈ ഫംഗ്ഷൻ പ്രകാരം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നോളജും ഇൻഫർമേഷനും, അറിവും അതേപോലെ വിവരവുമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻ പെർറ്റെയിൻസ് ടു ദ ഇഷ്യൂ ഓഫ് പ്രൊവൈഡിങ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ ടു ദ സിസ്റ്റം. ഇൻ ദ ജനറൽ തിയറി ഓഫ് ആക്ഷൻ കൾച്ചർ, the repository of knowledge and information accomplishes this function. അപ്പോൾ പ്രധാനമായും അറിവും അതേപോലെ തന്നെ ഇൻഫർമേഷനും നമുക്ക് നൽകപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റൻസി എന്ന് പറയുക. This function pertains issue of providing knowledge and information to the system. In the general theory of action culture, repository of knowledge and information accomplishes this function. അപ്പോൾ അറിവും അതേപോലെ തന്നെ പിന്നെ എന്താ അവിടെ നൽകുന്നത്? അതായത് അറിവും വിവരങ്ങളും നൽകുന്നതിലെ പ്രശ്നമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രവർത്തനം. പ്രവർത്തനത്തിന്റെ പൊതു സിദ്ധാന്തത്തിന്റെ സംസ്കാരം അറിവിന്റെയും വിവരങ്ങളുടെയും കലവറയാണ് ഈ ധർമ്മം നിർവഹിക്കുന്നത്. അപ്പൊ അറിവും വിവരവും നൽകുന്നതിനെയാണ് ലാറ്റൻസി എന്ന് പറയുക കേട്ടോ. നമുക്ക് AGI മോഡലിന്റെ ഒരു ടേബിൾ വരയ്ക്കാനുണ്ട്. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ 13ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ഭാഗമാണ് AGIL മോഡൽ. നമ്മൾ എന്താണ് AGIL? നിങ്ങൾക്കറിയാം. A പറഞ്ഞ അഡാപ്ഷൻ, അതേപോലെ തന്നെ G എന്ന് പറഞ്ഞാൽ ഗോൾ ആൻഡ് അറ്റൈൻമെന്റ്, ആൻഡ് I എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ, L എന്ന് പറഞ്ഞാൽ ലേറ്റൻസി. അതാണ് AGIL പറയണത്. ഇനി അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ AGIL മോഡൽ നിങ്ങൾക്ക് ഓരോ അഡാപ്ഷനും ഗോൾ ആൻഡ് അറ്റൈൻമെന്റും ഇൻ്റഗ്രേഷനും ലാറ്റൻസിയും ഡിഫൈൻ ചെയ്ത് എഴുതാൻ അറിയണില്ലെങ്കിൽ ഈ ഒരു ടേബിൾ എഴുതിയിട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ വരച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെ മീൻസ് ഇൻസ്ട്രുമെന്റലും എൻ്റെ കൺസർവേറ്ററിയും തന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ എയിലെ അഡാപ്ഷനും, അപ്പോൾ G ആയിരിക്കുമ്പോൾ എന്താണ് ഗോൾ അറ്റൈൻമെന്റും ആണ് കേട്ടോ വരുന്നത്. ഗോൾ അറ്റൈൻമെന്റും ആണ് വരിക. എക്സ്റ്റേണൽ A അഡാപ്ഷൻ, ഇവിടെ ഗോൾ അറ്റൈൻമെന്റ്, ഇന്റേണൽ L ഇവിടെ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ലേറ്റൻസി, പാറ്റേൺ മെയിൻ്റെനൻസ് ആൻഡ് ടെൻഷൻ റിവൈലിംഗ് മെക്കാനിസം എഴുതണം. ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇവിടെ AGIL മോഡൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ 163-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ മീൻസ് ഇൻസ്ട്രുമെന്റൽ, ഇവിടെ എൻസ് കൺസർവേറ്ററി. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾക്ക് എന്ത് കൊടുക്കാം? താഴെയായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? എക്സ്റ്റേണൽ അഡാപ്ഷൻ കൊടുക്കുക. അപ്പോൾ എക്സ്റ്റേണൽ അഡാപ്ഷൻ്റെ നേരെ ഗോൾ അറ്റൈൻമെന്റ്, ലക്ഷ്യപ്രാപ്തി. പിന്നെ ലാറ്റൻസി, പാറ്റേൺ മെയിൻ്റെനൻസ് ആൻഡ് ടെൻഷൻ റിവൈലിംഗ് മെക്കാനിസം, ഇവിടെ ഇൻ്റഗ്രേഷൻ. ഇനി അതിൻ്റെ ജനറൽ ലെവൽ ഓഫ് ആക്ഷൻ തിയറി എന്ന് പറയുമ്പോൾ ഓർഗാനിസം എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റി, കൾച്ചർ പറയുമ്പോൾ സോഷ്യൽ സിസ്റ്റം. ഇനി AGIL ഫംഗ്ഷൻ ഇൻ ദ സോഷ്യൽ സിസ്റ്റത്തിലൂടെ ആകുമ്പോൾ എക്കോണമി ആകുമ്പോൾ പോളിറ്റി, ജുഡീഷ്യറി സിസ്റ്റം എന്ന് പറയുമ്പോൾ സൊസൈറ്റൽ കമ്മ്യൂണിറ്റി, വിശ്വസ്തമായിട്ടുള്ള സമ്പ്രദായം എന്ന് പറയുമ്പോൾ സൊസൈറ്റൽ കമ്മ്യൂണിറ്റി. ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് AGIL മോഡൽ എന്ന് പറയുക. മനസ്സിലായോ? അതേപോലെ കുട്ടികളെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഞാൻ 13 ആയിരുന്നു ഇടേണ്ടത്, അത് 3 ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് 13 ആണ്. 13ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം അത് 13ാമത്തെ ചാപ്റ്ററാണ്. ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാരണം. അപ്പോൾ 13ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് തീർന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബുക്കിൽ എടുക്കാനുള്ളത് 14ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, വീഡിയോ കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് വെക്കുന്ന സമയത്ത് ഡൗട്ട് ക്ലിയറൻസ് നടത്താം. ഓക്കെ.